പല വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയും മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുണ്ട്, പ്രിൻസിപ്പൽ ആയിട്ടുണ്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വാർത്തെടുത്തിട്ടുണ്ട്. 14 സബ്ജക്റ്റിന് എക്സ്പെർട്ട് ട്രെയിനറായിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനത്തിലും ഓടിപ്പാഞ്ഞ് നടത്തേണ്ട ഒരു വ്യാഴവട്ടക്കാലം മുഴുവനും വിദ്യാഭ്യാസ ലോകത്ത് കൊടുത്തിട്ടുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷെ ആ സ്ഥലത്തൊക്കെ ഞാൻ വിദ്യാർത്ഥി മക്കളെ ഒരു ജോലിക്കാരനാകാനാണ് പഠിപ്പിച്ചതെങ്കിൽ ഒരു മില്ലേനിയർ ആകാൻ അവസരം തന്ന കമ്പനിയുടെ പേരാണ് MI ലൈഫ്. അതിലൂടെയാണ് എൻ്റെ വിദ്യാർത്ഥി മക്കളെയും ഞങ്ങളൊക്കെ മില്ലേനിയർഷിപ്പിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. സോ ആക്ച്വലി ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവിന്റെ പുറത്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് മൈ ഗ്രേറ്റ് സ്പോൺസർ RTC ലീഡർ ഷുഐബ് സാർ. നല്ലൊരു ഗൈഡ് പോലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. അതേപോലെ തന്നെ എന്നെ ഈ ബിസിനസ്സിലേക്ക് പോയി നടത്തിയ ഒട്ടനവധി ലീഡർമാരുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ അഭിമാനമാകുന്ന ഈ പ്രോഗ്രാമിന്റെ എല്ലാം ഊടും പാവം നൽകി അണിയത്തും അവരത് നിൽക്കുന്ന വൺ ആൻഡ് ഓൺലി ITC ഗോയിങ് WTC മിസ്റ്റർ സുരേഷ് സാർ, നല്ലൊരു കൈയ്യിൽ കൊടുക്കുക. അദ്ദേഹം ഈ കമ്പനിയുടെ TC പോലും അല്ലാത്ത സമയത്ത് ആദ്യ മാത്രയിൽ പരിചയപ്പെട്ടപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തതിലെ വലിയ ഒരു വെർബൽ ടോക്ക്, ഒരു ഫൈറ്റ് തന്നെ നടന്നു, ഒരു സബ്ജക്റ്റുമായി ഡിബേറ്റ് നടന്നു. ആ സമയത്ത് ആ ചർച്ചയിൽ എന്തോ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്താണെന്ന് അറിയില്ല, ആ വ്യക്തി അതിന്റെ നമ്പർ തന്നിട്ട് പറഞ്ഞു, ഇനിയുള്ള നാൾ മുഴുവൻ ഈ നമ്പർ നിനക്ക് സഹായമാണെന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ ഓരോ നാളുകളിലും എൻ്റെ ഓരോ റാങ്ക് വരുമ്പോഴും ഓരോ സമയങ്ങളിലും സമയബന്ധിതമായി എന്നെ വിളിക്കാൻ മറക്കാത്ത, എല്ലാ സമയത്തും എന്നെ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ഓർത്തുന്ന ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കാലം തന്റെ കനക സിംഹാസനത്തിലേക്ക് കാത്തുവെച്ച കനക വൈദ്യുതി മനാനൊള്ളി ദ റോയൽ ഡയമണ്ട് ആൻഡ് ക്രൗൺ ഡയമണ്ട് മിസ്റ്റർ മുബീൻ സാർ, നല്ലൊരു കൈയിലൂടെ പറഞ്ഞാൽ ഞാൻ ധാരാളോട് പറയായിരുന്നു, ഇത് മൈ ലൈഫിന്റെ മീറ്റിംഗ് അല്ല, ഇത് സമസ്തന്റെ മീറ്റിംഗ് ആണ്. വാഫിയുണ്ട്, ഉദവിയുണ്ട്, സഖാഫിയുണ്ട്, ഫൈലിയുണ്ട്, മൊത്തത്തിൽ അൽഫാത്തിയ പറഞ്ഞ മോലിതൊള്ളാതെ നല്ല ചാൻസ് ഉള്ള ആൾക്കാരും ഉണ്ട്. ആ ലെവലിൽ നിന്ന് ഇവിടെ ടോട്ടലി വരികയാണ്. ഇന്ന് തോന്നുമാരി വിചാരിച്ചു കൊടുക്കുന്നത്. ആ സമയത്തൊരു കവി അതിലൂടെ നടന്നു പോകുന്നത്, ഭയങ്കര ചിന്തകനായ കവി. അയാൾ ആ റോട്ടുമേ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകെ ഞെട്ടിപ്പോയി. ഈ സീൻ കണ്ടപ്പോൾ അവിടെ അദ്ദേഹം ഒരു സാധനം എടുത്ത് ആ ചുമരിൽ എഴുതി കവിത എഴുതി. ആ കവിതയാണ് ലക്ഷ്യമില്ലാതെ പോണോട് എനിക്ക് പറയുന്നത്. കവിത ഇങ്ങനെയായിരുന്നു: 30 സയന്റിസ്റ്റും ഒരൊപ്പ് ചേർത്തിക്കൊണ്ട് അടിവരയിട്ട് പറഞ്ഞു, ഇനി ലോകത്തിന്റെ മില്ലേനിയറെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ് എന്നാൽ അടിവരയിട്ട് പറഞ്ഞു. അപ്പൊ ലീഡർമാരുടെ ചോദ്യം ഇതാണ്. ഇസ്മായിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഈ ലോകത്തിന് നിരക്കിലെ എല്ലാ എക്കണോമിക്കൽ സയന്റിസ്റ്റും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചാണ് കൃത്യമായി പ്രവചിക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ഏതാണ് ഓപ്ഷന്? ഇത് ആളെ ചേർത്തുന്ന പരിപാടിയാണ്, ഇത് തട്ടിപ്പാണ്, ഇത് വെട്ടിപ്പാണ്, ഇത് നടക്കൂല. 2 ഓപ്ഷനിലും എനിക്ക് നിൽക്കാം. പക്ഷെ നിന്റെ ആ രണ്ടാമത്തെ ഓപ്ഷൻ, ഇറ്റ് മീൻസ് നെഗറ്റീവ് പാറ്റേണിന്റെ സീറ്റിൽ ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എക്കോണമി എന്താണെന്ന് അറിയാത്തവരാണ്, എക്കണോമിക്കൽ റെവല്യൂഷൻ പഠിക്കാത്തവരാണ്, അപ് ടു ഡേറ്റ് ആയിട്ട് ഇന്നത്തെ വാണിജ്യ വ്യവസായ ലോകത്തിന്റെ വിവര സാങ്കേതികത ഇല്ലാത്തവരാണ്. നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ആരെ കൂടെ നിൽക്കാം? നീ നിൽക്കുന്നത് ഈ ബിസിനസ്സിനെ നെഗറ്റീവായി കാണുകയാണെങ്കിൽ അവിടെയുള്ളത് അഭ്യസ്തവിദ്യരല്ലാത്ത, അപ് ടു ഡേറ്റ് നോളജ് ഇല്ലാത്ത ഒരു ടീമാണ്. നേരെ മറിച്ച് നീ നിൽക്കുന്നത് ഈ ബിസിനസിന്റെ പോസിറ്റീവ് തട്ടിലാണ് നിൽക്കുന്നെങ്കിൽ ഈ ലോക രാജ്യങ്ങളുടെ സയന്റിഫിക് പാനൽ മുഴുവനും നിന്റെ കൂടെയാണ്. നീ എവിടെ ഇരിക്കും? ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, ഇല്ലെങ്കിലും ശരി ഈ ലോകത്തിന്റെ നെറുകയിൽ മൈനെ ചെയ്യും. അവിടെ ഒറ്റ ചോദ്യം ലീഡർമാർ നിങ്ങൾ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ കൂടെ പോരാൻ റെഡിയുണ്ടോ? പാറ്റേൺ നമ്മൾ പഠിച്ചതേ പാടൂ, കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈ പഠിച്ചതേ പാടിയാൽ എത്ര പറഞ്ഞത് റെഡിയാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, പണ്ട് SI കിണറ്റിൽ വീണ കഥയാണ് ഞാൻ ഇതിന് ഓർക്കാറുള്ളത്. SI സാറ് പണ്ട് കിണറ്റിൽ ചാടി. ആ സമയത്ത് പോലീസുകാരെ മുഴുവൻ ഓടി വന്നു പറഞ്ഞു. അങ്ങനെ SP DYSP ഒക്കെ വന്നു. അവര് നിയമാനെടുക്കുക. ഈ ഇൻഡസ്ട്രി ഞങ്ങൾ തുടങ്ങിയ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ഇതിലെ പുതുമക്കാരെ വേണം. ഈ കോട്ടും സൂട്ടിട്ട ആൾക്കാരെ കാണുമ്പോൾ അല്ലേ കമ്പനിന്റെ സ്വന്തം ആൾക്കാരെന്ന് തോന്നുന്നുണ്ട്. ആണോ അല്ലേ? ഇവർക്ക് എന്തോ കാര്യമായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു അൽഫാമും ബ്രോസ്റ്റും ഉണ്ട്, വെറുതെ പറയാം. ആണോ അല്ലേ? തള്ളലുണ്ട്, ഉന്തലുണ്ട്, കിട്ടിനോട്ടേയും പറഞ്ഞ 9 കുറെ കണ്ടുകൾ അല്ലേ? ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഞാനും ആ സീറ്റിൽ നിന്ന് വന്നതാ. പക്ഷേ ഞാനും നിങ്ങളും ഈ സ്റ്റേജിൽ വന്ന ഓരോ ലീഡറും ഒരേ ദൂരമുള്ളൂ. ഒരു തീരുമാനത്തിന്റെ ദൂരമാണ്. എനിക്ക് സ്റ്റേജിൽ ഇരിക്കല്ല വേണ്ടത്, ഇവിടെ വന്നിട്ട് എനിക്ക് റെക്കഗ്നിഷൻ കിട്ടേണ്ടതുണ്ട്. ഇതുപോലൊരു കഥ പറയണമെന്നൊരു തീരുമാനം, അതിനു വേണ്ടി ഏതറ്റം വരെ പോകുന്നു. ഉറച്ച തീരുമാനം എടുക്കുക. 4 കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഫസ്റ്റ് വൺ, ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വേണ്ടത് പർപ്പസ് ഐഡന്റിഫിക്കേഷൻ ആണ്. പോകണം, പറക്കണം, മുന്നോട്ട് പോകണം. പണ്ടേതോ കവി പറഞ്ഞ പോലെ തന്നെ തു ഷാഹീൻ ഹെ ബസേരാ കർ പഹാഡോं की चट्टानों पर എന്ന് പറഞ്ഞതുപോലെ നീ ഒരിക്കലും ഒരു മൂലയിൽ തളച്ചിടപ്പെടേണ്ടവനല്ല, മറിച്ച് ലോകത്തോളം സ്കൈ ഈസ് ദ ലിമിറ്റ്. ഇനിയും പറക്കാൻ അനന്ത ദൂരങ്ങൾ ബാക്കിയുണ്ട്. ജനലക്ഷങ്ങൾക്ക് മാർഗദീപം തെളിയിക്കേണ്ടതെന്ന് മോട്ടിവേഷൻ നൽകുന്ന 1000 ലീഡർമാരുടെ ഒരു സങ്കേതമാണ് MI ലൈഫ് എന്ന് തിരിച്ചറിയുക. സോ ആക്ച്വലി ഈ ബിസിനസ്സിലേക്ക് വന്നത് ഒരു തിരിച്ചറിവിന്റെ പുറത്താണ്. നിങ്ങളൊക്കെ ഓരോ അറിവും തിരിച്ചറിവുണ്ട്.
അറിവിനേക്കാൾ വലുതാണ് തിരിച്ചറിവ് എന്നതാണ് ഏറ്റവും വലിയ സത്യം. അതിലെ ഒന്നാമത്തെ തിരിച്ചറിവ്, ഈ ഇൻഡസ്ട്രിയിൽ കടന്നു വന്ന സമയത്ത് എൻ്റെ ലീഡർമാർ എന്നോട് ചോദിച്ച ചോദ്യങ്ങളായിരുന്നു. അതിൽ ഏറ്റവും എന്നെ ഇരുത്തിപ്പിച്ച ഒരു ചോദ്യമായിരുന്നു, ഇസ്മായിൽ നീ ടീച്ചറാണ്, ട്രെയിനറാണ്, എവറിത്തിങ് ഈസ് ഓക്കെ, ബട്ട് സെയിം ടൈം ഇഫ് യു വാണ്ട് ടു ഗെറ്റ് സംതിങ് മോർ, ഇനിയും നിനക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ യു മസ്റ്റ് ഗോ ബാക്ക്. ഇനിയും എവിടേക്ക് തിരിച്ചു പോകണം? നിന്റെ ടീച്ചിങ്ങിലേക്ക്, ട്രെയിനിങ്ങിലേക്ക് പോകണം. അല്ലാതെ നീ വ്യാഴവട്ടക്കാലം പലതും ചെയ്തെന്നുള്ളതൊക്കെയാണ്, ആ സമയത്ത് കിട്ടിയതൊക്കെ കിട്ടി, അതുകൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നു, ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇനിയും നിനക്ക് വല്ലതും വേണമെങ്കിൽ ഇനിയും അങ്ങോട്ട് തിരിച്ചു പോകേണ്ടതില്ല എന്ന ചോദ്യം വന്നപ്പോൾ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കാൻ, ലൈഫേ ഒരു KKPP ആണ്, സ്വർണ്ണോ അല്ലേ? ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫാണ്. ഈ ലോകത്ത് മനുഷ്യന്മാരുണ്ടാക്കുന്ന വസ്തുവിനൊക്കെ ഗ്യാരണ്ടി ഉണ്ട്, എന്നാൽ ഉണ്ടാക്കിയ മനുഷ്യർക്ക് തീരെ ഗ്യാരണ്ടി ഇല്ല. അങ്ങനെയാണോ അല്ലേ? മൊബൈൽ ഗ്യാരണ്ടി ഉണ്ട്, പേനയ്ക്ക് ഗ്യാരണ്ടി, കമ്പ്യൂട്ടർ ഗ്യാരണ്ടി ഉണ്ട്, ഭക്ഷണത്തിന് ഗ്യാരണ്ടി ഉണ്ട്. ഇതൊക്കെ മനുഷ്യരുണ്ടാക്കുന്ന എല്ലാത്തിനും ഗ്യാരണ്ടി ഉണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കിയ മനുഷ്യർക്കോ 5 ഗ്യാരണ്ടി ഇല്ല. സോ ആക്ച്വലി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫാണ്. എന്നും ഹെൽത്ത് സെക്യൂർ ആണെന്ന് ഉറപ്പില്ല. തിരിച്ച് നമുക്ക് ടീച്ചിങ്ങിനോ ട്രെയിനിങ്ങിനോ ജോബ് സെക്ടറിലേക്കോ പോകാൻ പറ്റുമെന്ന് ഉറപ്പില്ല. എങ്കിൽ നമ്മൾ ഇന്ന് ചെയ്ത വർക്ക് സത്യസന്ധമായും വർത്ത്ഫുൾ ആയിരുന്നോ, മീനിങ് ഫുൾ ആയിരുന്നോ? ഇത് ഒന്നാമത്തെ ചോദ്യമാണ്. എൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഇസ്മായിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ലോകത്തിന്റെ നെറുകയിൽ വിരാജിക്കുന്ന പ്രസ്ഥാനമാണ്. എത്രമേൽ എന്ന് ചോദിച്ചാൽ 176 രാജ്യങ്ങൾ, ഓൾമോസ്റ്റ് UN അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ 200ന്റെ താഴെയുള്ള രാജ്യങ്ങൾ എണ്ണി നോക്കിയെടുത്താൽ 176 രാജ്യങ്ങൾ അസന്നിഗ്ധമായിട്ട് അടിവരയിട്ടുകൊണ്ട് ഈ പ്രൊജക്ടിനെ കവർ ചെയ്യാൻ ഇനി ലോകത്തൊരു പ്രൊജക്ട് ഇല്ല എന്ന് അടിവരയിട്ട് പറയുന്ന പ്രൊജക്റ്റാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. എന്ന് മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ഇക്കോണമി എവിടേക്ക് പോകണമെന്ന് നോക്കുന്ന ടീമിന്റെ പേരാണ് നമ്മുടെ ഇക്കോണമിക്കൽ ഫോറം, വേൾഡ് ഇക്കോണമിക് ഫോറം എന്ന് പറയുന്നത്. ഇത് ലോകത്ത് പ്രധാനമായും 10-30 സയന്റിസ്റ്റ് ഉണ്ട്. അതിൽ ഇന്ത്യയിൽ നിന്ന് ആ ഗണത്തിലേക്ക് പേരെടുത്ത വ്യക്തിയാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ നീതി ആയോഗിന്റെ ചെയർമാൻ മിസ്റ്റർ അമിതാഭ് കാന്ത്. അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ, നിങ്ങൾ എപ്പോഴും നമ്മൾ പറയുന്ന പോൾ സെയിന്റ് വിൽസറെ പോലുള്ള ആൾക്കാരൊക്കെ ഈ ടീമിൽപ്പെട്ട ആളുകളാണ്. ഇങ്ങനെ ലോകത്തിന്റെ നെക്സ്റ്റ് എക്കോണമി എവിടേക്ക് പോകുമെന്ന് റെവല്യൂഷണറി കൺസെപ്റ്റ് പറയുന്ന 30 സയന്റിസ്റ്റും ഒരൊപ്പ് ചാർത്തിക്കൊണ്ട് അടിവരയിട്ട് പറഞ്ഞു, ഇനി ലോകത്തിന്റെ മില്ലേനിയറെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ് എന്നാൽ അടിവരയിട്ട് പറഞ്ഞു. അപ്പൊ ലീഡർമാരുടെ ചോദ്യം ഇതാണ്, ഇസ്മായിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഈ ലോകത്തിന് നിരകയിലെ എല്ലാ എക്കണോമിക്കൽ സയന്റിസ്റ്റും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചാണ് കൃത്യമായി പ്രവചിക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ഏതാണ് ഓപ്ഷന്? ഇത് ആളെ ചേർത്തുന്ന പരിപാടിയാണ്, ഇത് തട്ടിപ്പാണ്, ഇത് വെട്ടിപ്പാണ്, ഇത് നടക്കൂല. 2 ഓപ്ഷനും എനിക്ക് നിൽക്കാം. പക്ഷെ നിന്റെ ആ രണ്ടാമത്തെ ഓപ്ഷൻ, ഇറ്റ് മീൻസ് നെഗറ്റീവ് പാറ്റേണിന്റെ സീറ്റിൽ ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എക്കോണമി എന്താണെന്ന് അറിയാത്തവരാണ്, എക്കണോമിക്കൽ റെവല്യൂഷൻ പഠിക്കാത്തവരാണ്, അപ് ടു ഡേറ്റ് ആയിട്ട് ഇന്നത്തെ വാണിജ്യ വ്യവസായ ലോകത്തിന്റെ വിവര സാങ്കേതികത ഇല്ലാത്തവരാണ്. നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ആരെ കൂടെ നിൽക്കാം. നീ നിൽക്കുന്നത് ഈ ബിസിനസ്സിനെ നെഗറ്റീവായി കാണുകയാണെങ്കിൽ അവിടെയുള്ളത് അഭ്യസ്തവിദ്യരല്ലാത്ത അപ് ടു ഡേറ്റ് നോളജ് ഇല്ലാത്ത ഒരു ടീമാണ്. നേരെ മറിച്ച് നീ നിൽക്കുന്നത് ഈ ബിസിനസിന്റെ പോസിറ്റീവ് തട്ടിലാണ് നിൽക്കുന്നെങ്കിൽ ഈ ലോക രാജ്യങ്ങളുടെ സയന്റിഫിക് പാനൽ മുഴുവനും നിന്റെ കൂടെയാണ്. നീ എവിടെ ഇരിക്കും? ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരു മരുഭൂമിയിലെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു പോകുന്ന പ്രസ്ഥാനമായി മൈ ലൈഫ് വളരുക തന്നെ ചെയ്യും. ഈ ഒരു തിരിച്ചറിവുണ്ടാകും. അവിടെയാണ് ഈ വന്നിരിക്കുന്ന ആളുകൾ ആദ്യം നിങ്ങളോട് ചോദിക്കേണ്ടത്, നിങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് നടത്താൻ അറിയാനോ വിളിച്ചതല്ല. ഞാനും നിങ്ങളും ഇല്ലെങ്കിലും ശരി ഈ ലോകത്തിന്റെ നെറുകയിൽ മൈ ലൈഫ് വിരാജിക്കുക തന്നെ ചെയ്യും. അവിടെ ഒറ്റ ചോദ്യം ലീഡർമാർ നിങ്ങൾ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ കൂടെ പോരാൻ റെഡിയുണ്ടോ? യെസ് ഓർ നോ? ആരാ റെഡികളാക്കിയൊന്ന് കൈയൊക്കെയാണ്? അതിന് ആദ്യം ചെയ്യാനുള്ള താങ്ക് യു, നല്ലൊരു കൈയ്യടി നിങ്ങൾക്കാവാം. ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ പഴയ പാറ്റേൺ ഒന്ന് പൊട്ടിക്കണം. എന്താ പഴയ പാറ്റേൺ? നമ്മൾ പഠിച്ചതേ പാടൂ, കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ പഠിച്ചതേ പാടിയാൽ എത്ര പറഞ്ഞത് റെഡിയാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, പണ്ട് SI കിണറ്റിൽ വീണ കഥയാണ് ഞാൻ ഇതിന് ഓർക്കാറുള്ളത്. SI സാറ് പണ്ട് കിണറ്റിൽ ചാടി. ആ സമയത്ത് പോലീസുകാരെ മുഴുവൻ ഓടി വന്നു, ഏമാനെ രക്ഷിക്കണമല്ലോ. അങ്ങനെ ഏമാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പോലീസുമാരും കയറൊക്കെ ഇറക്കി കിണറ്റിന്ന് വലിച്ച് ഭയങ്കര സംഭവമായിട്ട് മേലേക്ക് എത്തി. അങ്ങനെ കയറാൻ നിൽക്കുന്ന സമയത്ത് ഏമാനെ കണ്ടതും താഴെ വലിച്ചേക്കുന്നത് ആരാണ്? സബോർഡിനേറ്റ് ഓഫീസർ. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു, നമസ്കാരം. അയാൾ നേരെ താഴത്തേക്ക് പോയി. കാരണം അത് ചെറുപ്പത്തിൽ പഠിച്ച് കയറ്റി വെച്ചതാണ്. ഏമാനെ കണ്ട ഇത് കയറിണ്ട് വിട്ടാൽ സാധനം നിലത്തേക്ക് പോകും. ഇങ്ങനെ ലാസ്റ്റ് 5-8 വട്ടായപ്പോൾ മനസ്സിലായി ഏമാൻ എന്തെയില്ല, വള്ളത്തുനിന്ന് പൊങ്ങലുണ്ടാവില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ലാസ്റ്റ് പോലീസുമാർ യോഗം കൂടി എങ്ങനെയെങ്കിലും ഏമാനെ കരക്ക് എത്തിക്കണമല്ലോ. അങ്ങനെ ലാസ്റ്റ് പറയാം, നമുക്ക് ഉന്നത പോലീസ് ഓഫീസറെ കൊണ്ടുവരാം, DYSP SP ഡിപ്പാർട്ട്മെന്റിലേക്ക് മെയിൻ കാറ്റഗറി സുപ്പീരിയർ കാറ്റഗറിയിൽ കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ SP DYSP ഒക്കെ വന്നു. അവർ നേരെ വലിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഏമാൻ മേലേക്ക് എത്തി. അപ്പോഴാണ് SP നെ കണ്ടത്. ഏമാൻ നേരെ സെലിബ്രിറ്റി മുമ്പിൽ താഴത്തേക്ക് പോയി. ഈ മനുഷ്യൻ ജന്മത്തിൽ കിണറ്റിന്ന് കയറുമോ? കയറില്ല. എന്താ കാരണം? പഠിച്ചതേ
പാടും. അങ്ങനെ ഒരു പഠിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ പഠിപ്പ്? നന്നായി പഠിക്കണം, നന്നായി ജോലി ചെയ്യണം, ആണോ അല്ലേ? ഈ പഠിപ്പ് മാറ്റാതെ ഇത് നടക്കൂല. തിരിച്ചറിവിന്റെ ലോകമാണ് മൈ ലൈഫ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് പഠിച്ച പാട്ട് മാറ്റേണ്ടതുണ്ട്. സീരിയസ്ലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണോ? നമ്മൾ എന്തിനു ജീവിക്കുക? ജീവിതത്തിൽ വിജയിക്കാൻ, ആണോ അല്ലേ? ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായി നമ്മുടെ ചെലവുമായി ബന്ധപ്പെട്ടതാണ്, ആണോ അല്ലേ? അതുകൊണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞ് ഞാൻ പറയും, നമ്മളൊക്കെ ജീവിക്കുന്നത് സാധനം വാങ്ങാനാണ്, ആണോ അല്ലേ? ആണോ അല്ലേ? നമ്മൾ ജോലിക്ക് പോകണം എന്തിനാ? പൈസ ഇട്ടാന്. പൈസ എന്തിനാ? സാധനം വാങ്ങാന്. നിങ്ങളിത് ബിസിനസ് ചെയ്യുന്നത് എന്തിനാ? പൈസ ഇട്ടാന്. പൈസ എന്തിനാ? സാധനം വാങ്ങാന്. അപ്പൊ ജീവിക്കണതിനൊപ്പം എന്തിനാ? ആണോ അല്ലേ? ശരിക്കും ആലോചിച്ച് നോക്കാണ്. എന്തിനാ ജീവിതം എന്ന് വെച്ചാൽ സാധനം വാങ്ങാൻ ജീവിക്കാണ്. ഇറ്റ് മീൻസ് ടു പർച്ചേസ്. ഇവിടെ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കാം, നിങ്ങളൊക്കെ പർച്ചേസ് നടത്തിയപ്പോഴും ഇപ്പൊ നമ്മൾ ആക്ച്വലി ശരിക്കും ചെയ്ത് 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം പല ജോലിയും ചെയ്ത ആൾക്കാരുണ്ട്, ആണോ അല്ലേ? ഉണ്ടോ ഇല്ലേ? ചെയ്ത ആൾക്കാരില്ലേ അല്ലേ? 20 പൈസയും 10 പൈസയൊക്കെ ഉപയോഗിച്ച ആൾക്കാർ കൈ നോക്കിക്കാണ്. 20 പൈസ 30 പൈസ ഉപയോഗിച്ച ഓക്കെ. 2 റുപ്യന്റെ ചായ കുടിച്ച ആൾക്കാർ കൈ വെക്കുക, കൈ വെക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കണ്ട ആൾക്കാർ കൈ വെക്കുക. മഹാരാജിൽ കുറെ 40 വയസ്സ് കഴിഞ്ഞവരാണ് ശരിക്കും ക്ലാസ് കേട്ടോ. അതിനാണ്, അല്ലാതെ നിങ്ങൾക്ക് സമ്മാനം തരാനല്ല കേട്ടോ. ഇതിൽ കുറെ ആൾക്കാർക്ക് 40 കഴിഞ്ഞിരിക്കുന്നത്. കാരണം മിനിമം 20 വയസ്സ് ഉപയോഗിച്ചിങ്ങനെ നിങ്ങളൊക്കെ 40ന്റെ അടുത്ത് എത്തിക്കണം കേട്ടോ. ഏറ്റവും നല്ല സമയമാണ്. ഇനി സമയമില്ല, ലാസ്റ്റ് ഓവറാണ്, അടിച്ചു പിന്നിക്കൂടി. സോ സീരിയസ്ലി ഞാൻ നിങ്ങളോട് വിളിക്കുന്ന ഒറ്റ കാര്യമാണ്, മൈ ഡേസ്, നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ഇന്ന് ജീവിതത്തിനകത്ത് നമ്മൾ ഈ പൈസ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് സമ്പാദിച്ചതെങ്കിൽ ഈ പൈസ മുഴുവനും എവിടേക്കാ പോയത്? നമുക്ക് സാധനം തന്ന ആളെടുത്തേക്കാണ്, ആണോ അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ചോര നീരാക്കി ഗൾഫിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും സ്വദേശിനായാലും വിദേശിനായാലും പൈസ വാങ്ങി, ആ പൈസ സാധനം വാങ്ങിയപ്പോൾ അത് ആരുടെ അടുത്തേക്ക് പോയി? വിറ്റവന്റെ അടുത്തേക്ക് പോയി, ആണോ അല്ലേ? സോ ഈ പൈസ മുഴുവൻ ഉള്ളത് ആരെടുത്താണ്? വിറ്റവന്റെ അടുത്താണ്, ആണോ അല്ലേ? സോ അതിനെ വിറ്റവനെ നമുക്ക് വേറൊരു ഭാഷയിൽ ഒരു വാക്ക് പറയാം. അവൻ ആരാണ്? ഒന്നെങ്കിൽ CNF ഏജന്റ് ആണ്, ആണോ അല്ലേ? അല്ലെങ്കിൽ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ആണോ അല്ലേ? അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പോയിന്റ് ആണ്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ ഹോൾസെയിലർ ആണ്, അതല്ലെങ്കിൽ പരസ്യക്കാരാണ്. ഈ വിറ്റോന്റെ അടുത്തേക്കല്ലേ സാധനം പോയത്? ഇവിടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പണി മൊത്തത്തിൽ ഒരാൾ എടുക്കുന്നവന്റെ പേരാണ് ഡയറക്ട് സെല്ലർ. യെസ് ഓർ നോ? അങ്ങനെയെങ്കിൽ ഇതുവരെ അങ്ങോട്ട് പോയ പൈസ ഇനി എവിടേക്ക് വരും? ആരെടുത്തേക്ക് വരും? അങ്ങനെ നമ്മളടുത്തേക്ക് വന്നാൽ നമ്മൾ എന്താകും? മില്ലേനിയർ ആവും. സിമ്പിൾ സയൻസാ, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്തില്ല. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കാം, സാംസങ്ങിന്റെ TV കണ്ടവനാണോ കോടീശ്വരൻ? അത് വിറ്റ മുതലാളിയാണോ? ആരാ? വിറ്റ മുതലാളിയാണ്. നമ്മളത് ഇങ്ങനെ കണ്ട് ചാനൽ മാറ്റി ഇങ്ങനെ നിൽക്കുകയാണ്, ആണോ അല്ലേ? നിങ്ങൾ ശരിക്കും ആലോചിക്കുക, ഫേസ്ബുക്കിൽ നമ്മൾ തുഴഞ്ഞിരിക്കും. നമ്മളാ മുതലാളി. ആ ഫേസ്ബുക്ക് ഉണ്ടാക്കിയെന്ന മനുഷ്യന്റെ അക്കൗണ്ടിൽ നോക്കണമൊന്നുമില്ല. അതാരാണ്? മിസ്റ്റർ സുക്കർബർഗ്. അത് നോക്കണ്ട. പൈസ ആർക്കാ? കണ്ട ഇസ്മായിലിനാണോ? അത് ഉണ്ടാക്കിയ സുക്കർബർഗിനാണോ? ഓക്കെ, ഇതേ പരിപാടി ഇത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, സെല്ലർ ഈസ് ദ വിന്നർ. എന്തെങ്കിലും വിറ്റാലേ ജീവിതത്തിൽ ജയിക്കാൻ പറ്റൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. സെല്ലർ ഈസ് ദ വിന്നർ. നിങ്ങൾ എന്ത് സെല്ല് ചെയ്യും? യു ക്യാൻ സെൽ ദ പ്രോഡക്ട്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റ് സെൽ ചെയ്യാം, ഓർ യു ക്യാൻ സെൽ ദ മിഷൻ. നിങ്ങളുടെ മിഷനും വിഷനും സെൽ ചെയ്യാം. യു ക്യാൻ സെൽ യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സെൽ ചെയ്യാം. യു ക്യാൻ സെൽ യുവർ എബിലിറ്റി, യുവർ പൊട്ടൻഷ്യൽ എബിലിറ്റി. എന്ത് വേണമെങ്കിലും സെൽ ചെയ്യാം. യു ക്യാൻ സെൽ യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്താഗതികൾ നിങ്ങൾക്ക് വിൽക്കാം. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന്റെ പ്രൊജക്റ്റിന്റെ പോസിബിലിറ്റിയെ സെൽ ചെയ്യാം. ഇതിന്റെ അനന്ത സാധ്യത സെൽ ചെയ്യാം. യെസ് ഓർ നോ? സോ ഇവിടെ ആദ്യം നിങ്ങൾ മനസ്സുകൊണ്ട് കാണേണ്ടത് സെൽ ചെയ്യാൻ തീരുമാനിക്കുക എന്ന് തന്നെയാണ്. ഈ ഇൻഡസ്ട്രിയിൽ കടന്നു വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങളൊക്കെ കേൾക്കുന്ന പോലെയുള്ള ചലഞ്ചുകൾ ഈ ബിസിനസ്സിനകത്ത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ള, ഞാൻ കേട്ട പേരാണ് വൈദ്യര്. കേട്ട ആൾക്കാർ NTC ആവാൻ സാധ്യതയുണ്ട്, ഒരു സംശയമില്ല. അതൊക്കെ NTC ആയിരിക്കും കേട്ടോ. അതിനേക്കാൾ വലിയ രസമുള്ള സാധനം ഞാൻ കേട്ടിയത്, അത് നിങ്ങൾ കേൾക്കുമെന്ന് എനിക്കറിയില്ല. അതായത് ആക്ച്വലി നാട്ടുകാരൊക്കെ അതുവരെ ടീച്ചറും ട്രെയിനറും പ്രൊഫസറും ഭയങ്കര സംഭവമായിട്ട് നടന്ന ഞാൻ പിന്നീട് കാണുന്നത് കൈക്കല് സോപ്പും പേസ്റ്റ് ആയിട്ടുള്ള വരവാണ്. ഇത് കണ്ടപ്പോൾ നാട്ടിലും കുടുംബത്തിലും കുറെ ആൾക്കാർ പറഞ്ഞ് പഠിച്ചു മറഞ്ഞതാന്ന് തോന്നുന്നുണ്ട്. ചിലവർക്ക് അങ്ങനെ ഉണ്ടല്ല, പഠിച്ചാൽ പിന്നെന്താണ് ഇത് മറയും. അപ്പൊ പിച്ചും കൈയും പറയാന്നുള്ള ലെവലിക്ക് വരെ നമ്മൾ കേട്ടു. എത്ര വരെ എന്ന് വെച്ചാൽ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് എൻ്റെ കുടുംബത്തിന്റെ വാട്സപ്പിൽ വരെ നിറഞ്ഞു നിന്നിരുന്നു. ലാസ്റ്റ് പിന്നെ അമ്മായിമ്മയും ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇടപെട്ടുകാണ്ട് ഭയങ്കര കോലാലൊക്കെ നിർത്തിയിട്ട് നിങ്ങളെ കുട്ടീൻ്റെയും മരുമക്കളെയും കാര്യം ഏറ്റാൽ മതി, ഇതിന്റെ ഞങ്ങളെ ഏറ്റോളാന്ന് പറഞ്ഞേക്കാണ്ട് ആ പ്രശ്നം ഒതുക്കി. അത്ര കണ്ട് നമ്മൾ പരിഹാസിതനായിട്ടുണ്ട്. പക്ഷേ ഇതൊരു രസ കാര്യം എന്താ? ഇത് നേരത്തെ ജുനൈദ് സാറ് പറഞ്ഞ പോലെ തന്നെ ഞാനേ കണ്ടുള്ളൂ,
ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ ചില സാധനങ്ങളുണ്ട് അല്ലേ, നമ്മൾ കണ്ടാൽ ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു സാധ്യതയുണ്ട്. നമുക്ക് ബോധ്യപ്പെട്ട ഒരു സാധനത്തിന്റെ പിന്നിൽ ഒരു അടിയുറച്ച വിശ്വാസം വെച്ച് കാൽവെപ്പ് നടത്താൻ ആർക്ക് സാധ്യമായോ അവനെ തോൽപ്പിക്കാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധിക്കില്ല എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയാം. നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, മൈൻഡ് കൺവിൻസ് ആയാൽ, അതാണ് മിസ്റ്റർ നെപ്പോളിയൻ ഹില്ലിനെ പോലെയുള്ള ആൾക്കാരൊക്കെ തന്റെ സൈക്കോളജി ഓഫ് ദ മണി എന്ന പുസ്തകത്തിലൊക്കെ പറയുന്നത്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്, ഇഫ് യുവർ മൈൻഡ് ക്യാൻ കൺസീവ് യു ക്യാൻ അച്ചീവ്. നിന്റെ മനസ്സിന് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരു ശക്തിക്കും അത് നിന്നെ തടഞ്ഞു വെക്കാൻ പറ്റില്ല. യു വിൽ അച്ചീവ് ഇറ്റ്. അത് നീ അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മളെ മൈൻഡിന് ആദ്യം ബോധ്യപ്പെടണം. അതിനെന്താ ചെയ്യാനുള്ളത്? ഈ പ്രൊജക്ടിന്റെ പാർട്ടാകുമ്പോൾ ഇൻഫർമേഷൻ നോളജ് ആ സ്ഥലത്ത് വന്ന് വാങ്ങണം. നമ്മളെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് നെഗറ്റീവ് ഇൻഫർമേഷൻ വാങ്ങാൻ നമ്മൾ ഭയങ്കര സെറ്റാണ്. എപ്പോഴും നെഗറ്റീവിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. കാര്യം നമ്മളൊക്കെ അറിയുന്ന പോലെ തന്നെ നമുക്ക് കാട്ടുതീവേല പറക്കുന്നത് എപ്പോഴും നെഗറ്റീവ്സാ. പോസിറ്റീവ് പയ്യെ പയ്യെ ഉച്ചിന്റെ വേഗതയെ സഞ്ചരിക്കുള്ളൂ. അത് കണ്ടെത്താൻ നമുക്ക് ആദ്യം സമയം ഉണ്ടാവണം. കാര്യം നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, ഒരു കാര്യം സത്യമാണ്, നിങ്ങളുടെ നാട്ടിൽ ഒരു പക്ഷെ ഒരു 10 കോടി 20 കോടി 30 കോടിയുടെ കൊട്ടാരങ്ങളാവട്ടെ, വലിയ വലിയ സമുച്ചയങ്ങൾ, പാലസ് ലെവലിലുള്ള ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യുന്നത് ജോലിക്കാരാണോ ബിസിനസ്സുകാരാണോ? ആരാണോ? ബിസിനസ് ആണ് അല്ലെ. 1 കോടിയുടെ വാഹനം റോഡിലൂടെ പറക്കുന്നെങ്കിൽ അതിന്റെ ഓണർഷിപ്പിന്റെ അതിന്റെ യഥാർത്ഥ ഡ്രൈവിംഗ് സിദ്ധിക്കുന്ന വ്യക്തി ജോലിക്കാരനാണോ ബിസിനസ്സുകാരനാണോ? ബിസിനസ്സുകാരനാണ്. ഈ സത്യം മുഴുവനും കണ്ടാലും ശരി, നമ്മൾ എന്നാലും ജോലിക്കേ പോവുള്ളൂ. എന്താണ്? SI സാറ് പ്രശ്നമാണ്. ഇത് തലീന്ന് ഇറക്കണം ആദ്യം. കാര്യം എന്താ? ES നിന്ന് BI മാറേണ്ടത് മൈൻഡ് സെറ്റാണ്. ES നിന്ന് BI വേണ്ട മൈൻഡ് സെറ്റാണ്. മനസ്സാദ്യം മാറണം. ഞാൻ ഇങ്ങനെയല്ല എന്ന്, തനിക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ കപ്പാസിറ്റി ഉണ്ടെന്ന്. കാര്യം എന്താ? നാട്ടുകാർ മുഴുവനും നമ്മുടെ ചിത്രം വരയ്ക്കുക. മെയിൻ പ്രശ്നം എന്താ? നമ്മുടെ പേഴ്സണാലിറ്റി ചിത്രം വരയ്ക്കാൻ പേന കൊടുത്ത് നാട്ടുകാർ ഇങ്ങനെ വരയ്ക്കും. എന്റെ പേരെന്താ? സക്കീർ. എന്റെ വാപ്പ മീൻ കച്ചവടമായിരുന്നു, നിന്റെ ഉമ്മ SLC തോറ്റതാണ്, അതുകൊണ്ട് നീ ഇന്നതാണ് സക്കീർ. അപ്പൊ പറയും ഓക്കെ താങ്ക് യു. ഇതാണ് നമ്മുടെ പ്രശ്നം. ആണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ APJ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആകാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഈ ലോകത്ത് വിജയിച്ച ഏതെങ്കിലും ഒരാളെ ഹിസ്റ്ററി എടുത്തു നോക്ക്. കാലിന് മാരകമായ അസുഖം വന്ന വ്യക്തി എങ്ങനെ ഫുട്ബോൾ കൊണ്ട് കവിതയിച്ചു മെസ്സിയായിക്കൊണ്ട് ഇന്ന് ലോകത്തിന്റെ ഇതിഹാസമായ മെസ്സിയായി മാറിയത്? അസുഖം കാലിനാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ലോകത്ത് ഇന്നേ വരെ പ്രതിബന്ധങ്ങളോടും പ്രയാസങ്ങളോടും ലോകം അടിവരയിട്ട ചില നഗ്ന സത്യമെന്ന് വിശ്വസിക്കുന്ന വേണ്ടാത്ത വചനങ്ങൾക്കെതിരെ സഞ്ചരിച്ചവരാണ് വിജയിയെങ്കിൽ, നിങ്ങളെ കുറിച്ച് ആരെന്തോ പറഞ്ഞാലും അതല്ല നിങ്ങൾ, അതൊക്കെ അപ്പുറം നിങ്ങൾ ചിന്തിക്കണം. അതല്ല നിങ്ങൾ, അതൊക്കെ അപ്പുറമാണ്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, മനുഷ്യൻ ഏറ്റവും ടോപ്പാണ് അല്ലെ. നമ്മൾ സാധാരണ അല്ലനുപനിഷത്ത് പറയുന്ന പോലെ തന്നെ ബ്രഹ്മണോസ് മുഖാമസിൽ ബാഹു രാജ്യന്റെ ഓരോ ഇങ്ങനെ പറഞ്ഞു പോകുന്ന പദങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ദൈവത്തിന്റെ നേരെ അല്ലെ, മനുജൻ, മനുവിൽ നിന്ന് ജന്മം കൊണ്ടവനാ മനുഷ്യൻ. ഇതിന്റെ ശക്തി ഒരിക്കലും തൂക്കാൻ പറ്റൂല. പറ്റുമോ? നിങ്ങൾ ഇന്നേ വരെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ കമ്പ്യൂട്ടറിന് ഇതിനൊക്കെയാണ്. പക്ഷെ ഇന്നേ വരെ മനുഷ്യന്റെ കപ്പാസിറ്റി അടക്കാൻ പറ്റിയ ഒരു സാധനം ഈ ലോകത്ത് ഇറങ്ങിക്കണോ? ഇല്ല. ഇത് അനന്തമായ കപ്പാസിറ്റിയാ. അതാ മനുജൻ, മനുവിൽ നിന്ന് ജന്മം കൊണ്ടവൻ. ആ മനുദേവന്റെ ഗുണം ഇതിനകത്തുണ്ടാവും. സോ സീരിയസ്ലി നിങ്ങൾ അറിയേണ്ടത് നമ്മൾ അനന്തമായ ഒരു ശക്തിയാണ്. ആ ശക്തി ഉപയോഗിക്കാൻ പറ്റുക. നമ്മൾ ഇത്രയും കാലം തീറ്റിപ്പോറ്റിയത് ആരെയാ? വയറിനെയാണ് അല്ലെ. നല്ല സമൂസ, നല്ല ഇഡ്ഡലി, വട, ദോശ, മറ്റേത് മറിച്ചത്. ഇനി ഇത് തിന്നിട്ട് എന്താ കാര്യം? അത് കിട്ടിയ നേരം എടുക്കുമ്പോൾ താഴത്തേക്കൊണ്ട് പോകും. ആണോ അല്ലേ? എന്നാ ഒരീസെങ്കിലും ഈ നിൽക്കുന്ന സാധനത്തിനും തീറ്റി വെക്കാണേ. നമ്മള് കഴുത്തിന്റെ താഴെ തീറ്റി പോറ്റിയ 8 പാക്ക് ബോഡിയുടെ എക്സസൈസ് മാറ്റിയിട്ട് 1 ഡേ ഒരു ബ്രെയിൻ ജിം ഫുഡ് നിങ്ങൾ തലച്ചോറിന് കൊടുത്തോക. ഈ ലോകത്ത് തോൽപ്പിക്കാൻ പറ്റുന്ന ശക്തിയായി നിങ്ങൾ മാറുന്നുണ്ടാകും. അതുകൊണ്ട് ഫുഡ് എവിടെ കൊടുക്കണം? തലയ്ക്ക് കൊടുക്കണം, ചിന്തക്ക് കൊടുക്കണം. അപ്പോഴാണ് നിങ്ങളെ ചിന്ത വികസിക്കുന്നത്. അങ്ങനെ ഇൻഡസ്ട്രി വന്ന സമയത്ത് പരിഹസിച്ച ആൾക്കാർ ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ടാകും. അത് ആദ്യമേ കണക്കൂട്ടിക്കോ. ഒരിക്കലും എന്തില്ല, ഇത് നട്ടുച്ചക്ക് ആനപ്പുറത്ത് അങ്ങാടിന്റെ നടുകൂടി ആരും കാണരുത്. അങ്ങനത്തെ ഒരു സാധനം ആരും പ്രതീക്ഷിക്കണ്ട. ഉറപ്പാ പരിഹസിക്കും. അത് ആദ്യം തന്നെ നീയത്ത് വെച്ചോളി. നവയത്തുൽ എഴുത്തുകാപ്പി യാതൊരു മൈലേഫിൽ ഇല്ല. ഇത്ര നീയത്ത് വെക്കുമ്പോ പരിഹാസം ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ട് തന്നെ വെച്ചോളി. ഒരു സംശയമില്ല. സോ സീരിയസ്ലി നിങ്ങൾ അറിയാനുള്ളത് താങ്ക് യു. സോ സീരിയസ്ലി ഞാൻ നിങ്ങളോട് പറയുന്ന ഒറ്റ മാറ്റർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഇതുപോലെ ടൈറ്റ് ഷെഡ്യൂളായ പലതും കേട്ടിരുന്നു. പക്ഷെ നമ്മൾ അതിനെ കേൾക്കാൻ നിൽക്കാറില്ല. കാര്യം എന്താ? നമ്മൾ ആക്ച്വലി നമുക്കറിയാം, പെരുമ്പാമ്പ് അല്ലെങ്കിൽ മൂർക്കം പാമ്പ് കടിച്ചിട്ട് വിഷം കയറിയവനെ കൊണ്ടുപോകുമ്പോൾ നീർക്കോലിക്കുണ്ടാവും ഞങ്ങളെ ഫാമിലിയോട് തൊടണ്ട, അങ്ങനെയൊക്കെ ഒരു സ്വഭാവം. ആണോ അല്ലേ? പക്ഷെ എപ്പോഴും തിരിച്ചറിയാം,
നമ്മളത് കേൾക്കാൻ നിന്നാൽ അത് കേൾക്കാനേ നേരിട്ടാവുള്ളൂ. നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ പോകണമെന്നെങ്കിൽ തീരുമാനം ആരെടുക്കണം? നമ്മൾ എടുക്കണം. ആണോ അല്ലേ? അല്ലേ? നമ്മൾ കുളിക്കാൻ ആരാ നനയേണ്ടത്? നമ്മളാണ് നനയേണ്ടത്. അപ്പൊ വർക്കിന് ആരെന്നെ ഇറങ്ങണം? നമ്മൾ തന്നെ ഇറങ്ങണം. ഇത് പ്രശ്നം അതല്ല. സാധനമൊക്കെ മനസ്സിലായി. വർക്കിന് അപ്ലൈനും ഡൗൺലൈനും ഇറങ്ങണം. ഞാൻ കസാലയിൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. മനസ്സിലായോ? പരിപാടിയൊക്കെ മനസ്സിലായി. ആര് പോട്ടെ വർക്കിന്? അപ്ലൈയും പോട്ടെ. ആണോ അല്ലേ? ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കി ഇൻഡസ്ട്രിയിൽ പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ പറയും, കാക്കാനോട് ഞാൻ ചോദിക്കട്ടെ, താത്ത സമ്മതിക്കുമെന്നറിയില്ല, ചേട്ടായിക്ക് ഒന്ന് ഫോം വിളിക്കട്ടെ. ചേട്ടായിനോട് എന്താ ഫോം വിളിച്ച് ചോദിക്കല്? ഞാൻ സോപ്പ് വെച്ച് കുളിക്കട്ടെ എന്നോ? അറ്റ്ലീസ്റ്റ് അതിനെങ്കിലും ഒപ്പിട്ടൂടെ? അല്ല, ഈ പ്ലാൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞോ 10 ലക്ഷത്തിന്റെ ഷോപ്പ് ഉറക്കാൻ? ഇല്ല. എന്താ പറഞ്ഞത്? മോളെ ലെഗ്സ് മാറ്റി ഈ നീമോണ്ട് ഒന്ന് കുളിക്കും. അപ്പൊ ചേച്ചി പറയണം, ഞാൻ ചേട്ടൻ്റെ വിളിക്കട്ടെ. അങ്ങനെ സാധനമുണ്ടോ? എന്തിനായി വിളിക്കുന്നത്? ആർക്ക് വിളിക്കാൻ അവിടെ ഉള്ളത്? സോപ്പ് മാറ്റി കുളിക്കാൻ വേണ്ട. ആരെങ്കിലും ബാത്റൂമിൽ പോകാൻ വേണ്ടി ഗൾഫിൽ നിന്ന് കോള വരാൻ കാത്തു നിൽക്കണം. ആളെനിക്കൊന്ന് കാണണം. അവനാണ്ട് തോന്നി അവനാർക്ക് ചെയ്താൽ പോരെ. ഇതിന് ആരാനെ കാത്തിക്കേണ്ട ആവശ്യം? നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിളിച്ചു ചോദിച്ചോ. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ചോദിക്കാൻ നിൽക്കാൻ ചോദ്യത്തിന്റെ വില പോകില്ലേ? സോ ആക്ച്വലി ഈ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ ജയിച്ച മുഴുവൻ ആളുകളും ഈ നമ്മുടെ ബിസിനസ്സുകാർക്ക് ഒരു തത്വജ്ഞാനുണ്ട്. ദിൽ സേ കഹോത്തും ദിൽ കി സുനോത്തും. നിനക്ക് മനസ്സിലായ സാധനം ഹൃദയത്തോട് ചോദിക്കുക. ഹൃദയം പറഞ്ഞു ശരിയെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. നമുക്ക് വേണമെങ്കിൽ പെണ്ണിട്ടിൽ എങ്ങനെയെന്ന് ചോദിക്കാം. കാരണം എന്താ? രക്ഷിതാക്കന്മാരുടെ പെണ്ണിട്ടുണ്ടല്ലേ നമ്മളുണ്ടായത്. ആണോ അല്ലേ? വീടുണ്ടാക്കൽ എങ്ങനെയെന്ന് ബന്ധുമിത്രാദിയോട് ചോദിക്കാം. കാരണം അവരെ വീട്ടിലല്ലേ നമ്മൾ നിൽക്കുന്നത്, അല്ലേ? പക്ഷെ നിങ്ങൾക്ക് ഏത് കുടുംബക്കാരോട് ചോദിക്കാൻ പറ്റും മന്ത്ലി ഇൻകം 1 കോടിയാകുന്ന പ്രൊജക്ട് എങ്ങനെ ചോദിക്കല്? നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? അത് എത്ര ആളുണ്ട്? മന്ത്ലി ഇൻകം 10 ലക്ഷം വാങ്ങാൻ നിങ്ങളെ ഏത് ഫ്രണ്ട് നിങ്ങൾ കോള് വിളിക്കും? അങ്ങനത്തെ എടാപ്പോടാ ഫ്രണ്ട്സ് എത്ര നിങ്ങൾക്ക് ഉണ്ട്? അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു മണ്ണയുള്ളതും മൈ ലൈഫിന്റെ ഗ്രൗണ്ടാണ്. ആ ഫ്രണ്ടിനെ വിളിക്കേണ്ടത്. അല്ലാതെ ഇൻഡസ്ട്രി കേട്ടുകൾ ഇല്ലാത്തവന്റെ അടുത്ത് പോയിട്ട് എന്ത് കാര്യമുള്ളത്? ജ്വല്ലറി പോയിട്ട് തക്കാളി ഇല്ല ചോദിക്കേണ്ടത്, ജ്വല്ലറിന് സ്വർണ്ണ ചോദിക്കേണ്ടത്. MI ലൈഫിന്റെ ഗ്രൗണ്ടിൽ ആ മന്ത്ലി ഇൻകം 10 ലക്ഷം കൊടുക്കുന്നത്. അല്ലാതെ റോഡ് സൈഡിൽ നിന്ന് കഥ പറഞ്ഞുകൊണ്ടും കണ്ടവന്റെ ഈപത്തിന്റെ അമീപത്തും അവന് സമയം കേൾക്കുന്നവന്റെ മുന്നിൽ പോയിട്ട് ഇൻഡസ്ട്രിയുടെ ഈ ഇതിഹാസം പറഞ്ഞ നമ്മളെ പൊട്ടനാകുന്നത്. ആണോ അല്ലേ? സോ ആക്ച്വലി നിങ്ങൾ എപ്പോഴും തിരിച്ചറിയുക, ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ചലഞ്ചുകൾ പലതുണ്ടായിരുന്നു. ഇവരൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ്. സോ ആക്ച്വലി എന്താ പറയാ, നമുക്ക് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ കടന്നു വരും. ചിലപ്പോൾ ഇപ്പൊ ഞാൻ ഇൻഡസ്ട്രി വന്ന സമയത്ത് ചില ആളുകൾ കടന്നു വന്നിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ എന്താ പറയാ, മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സീലിംഗ് അച്ചറാകുന്ന ഒരു ലീഡർ ഉണ്ട്, മിസ്റ്റർ അൽതാഫ് സാർ. നല്ലൊരു കയ്യിൽ കൊടുക്കാം. അദ്ദേഹത്തിന്റെ സീലിംഗ് അച്ചീവ്മെന്റുമായി ബന്ധപ്പെട്ട് ഞാൻ വന്ന സമയമാണ്. അപ്പൊ ഏകദേശം സീലിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വലിയൊരു മീറ്റിംഗ് നടത്തിയ സമയത്ത് ചേളാരി ഭാഗത്ത് ഒരു മനുഷ്യൻ കടന്നു വന്നു. ആ മനുഷ്യന് എന്താ പറയാ, എന്റെ താഴെയുള്ള ഒരു ഡൗൺലൈൻ കൊണ്ടുവന്നതാ. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം അൽതാഫ് സാർ എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇവിടെ വരും. ഓക്കെ, നിങ്ങൾ സീലിംഗ് അടിച്ചോ? ആ സീലിംഗ് അടിച്ചു. എത്ര കിട്ടി? 2,10,000 കിട്ടി. നിങ്ങൾ എത്ര മാസം കൊണ്ടാണ് സീലിംഗ് അടിച്ചത്? 9 മാസം 10 മാസം. ഓക്കെ, ഇത് 7 മാസം കൊണ്ട് അടിച്ചാൽ കമ്പനി തരുമോ? ഞാൻ വളരെ ഇങ്ങോട്ട് നമ്മുടെ ലഡു ജിലേബി ഒരു ഫേമസ് ഫാക്ടറി ഒന്നാകേണ്ട ഹൃദയത്തിലാണ്ട് പൊട്ടി. കാര്യം എന്താ? എന്റെ താഴെയുള്ള ഒരു പഹൻ ചോദിക്കാണ് 7 മാസം കൊണ്ട് അടിച്ചാൽ കമ്പനി തരുമെന്ന്. ഞാൻ എന്റെ സീലിംഗ് ഉറപ്പിച്ചില്ല. ഞാൻ ഭയങ്കര ത്രില്ലാണ് നിൽക്കുന്നത്. അങ്ങനെ എനിക്ക് ബൾബൊക്കെ കത്തി ഇങ്ങനെ തല കറങ്ങാനൊക്കെ തുടങ്ങി. ഞാൻ അപ്പോൾ കണക്കൂട്ടുണ്ട് 2,10 അടുത്ത ആഴ്ച വരുമ്പോൾ എന്ത് ചെയ്യണം. ഞാൻ അവിടുത്തെ ബില്ല ചിന്തിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് പിന്നെ ചോദിക്കാണ്, സാധനങ്ങൾ പെട്ടെന്ന് കിട്ടുമോ? അപ്പൊ പിന്നെ ഡൗട്ട് കൗജപ്രാശം തയ്യുമെന്നുള്ള ചോദ്യമാണ്. അപ്പൊ എന്തായാലും ഞാൻ കൊണ്ടുവന്ന സുഹൃത്തിനെ പുറത്തൊക്കെ നല്ല തട്ടിട്ട് പറഞ്ഞു, മോനേജാണ് മുത്ത് മുതൽ എന്നൊക്കെ പറഞ്ഞു. സംഗതി ഒക്കെ ശരി. അങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് മീറ്റിംഗ് തുടങ്ങാൻ സമയത്ത് അൽതാഫ് സാറുണ്ട്, ബിഗ് സാർ പോലെയുള്ള കുറെ ലീഡർമാരുണ്ട്. എല്ലാവരും വന്നവരും കയറിയിരിക്കുന്നു പറഞ്ഞു. ആ സമയത്താണ് നമ്മളെ ഈ 2,10 പറഞ്ഞ ആളുണ്ടല്ലോ, അവനക്ക് മൂത്രയിക്കാൻ പോകണം. അപ്പോൾ അവന് പോയി ടോയ്ലറ്റിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഡോറിൽ നിന്ന്, അപ്പോൾ അൽതാഫ് സാർ, ഇസ്മായിൽ സാർ ഇവിടെ വരും. ഞാൻ പറഞ്ഞു, വരില്ല, എൻ്റെ 2,10 ഇവിടെ ഉണ്ട്, ഞാൻ വരില്ല. കാരണം എനിക്ക് ഇതാണ് വലുത്. ആണല്ലേ? പിന്നെ അവൻ തുപ്പാൻ പോയി, ഞാനും ബാക്കിൽ നിൽക്കാൻ. എൻ്റെ 2,10 തുപ്പണത്, സാധാ തുപ്പലല്ല. ഇങ്ങനെ ഞാനിങ്ങനെ നിന്ന് ലാസ്റ്റ് റഫീഖ് സാർ പോലത്തെ അവസരം മനസ്സിലായി, ഇവ ഒരിക്കലും വരില്ല. എന്നാൽ ലാസ്റ്റ് ഇന്നൊരു മൂലം കൊണ്ടിട്ട് പറഞ്ഞേ, ആ പഹൻ്റെ 5,000 കിട്ടുമോ നോക്ക്, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. ഇത് പറഞ്ഞേ. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ടീച്ചറും ട്രെയിനറാണ്, അത് മനസ്സിലാക്കണം. ഓക്കെ, ഇതാണ് ഈ സ്ഥാനത്ത് അടി കയറിയുള്ള പ്രശ്നം. ഞാൻ വിട്ടില്ല. സംഗതി അന്ന് പോയതാണ്. അപ്പൊ ഇന്നേ വരെ വന്നില്ല. അവൻ്റെ 5,000 രൂപ സ്ഥാനമാണ്. ഇങ്ങനെ നിങ്ങളെ ടീമിൽ പലവരും വരും, പലവരും പോകും. അതും പ്രദേശങ്ങൾ കാത്തു നിൽക്കരുത്. നമ്മുടെ പ്രശ്നം അതാണ്. നമ്മൾ അപ്ലീന്റെ നേരേക്ക് തോക്കെടുത്തുകൊണ്ടു. നിങ്ങൾ 1 മിനിറ്റ് മുന്നേ വന്നാൽ എന്റെ ഹോം ഷോപ്പിൽ ക്ലോസ് ആയിരുന്നു. വെറുതെയാണ്. ആ പഹം വന്ന ഫുള്ള് മുസീബത്തും ഉണ്ടായിരുന്നു. ആ ലീഡർ നേരം വേഗം കേസിലായത്. അല്ലേ? നമ്മളെ മെയിനായിട്ട് പറയില്ലേ, അല്ലേ? ഒന്ന് ഉറക്കം കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ അറിയുമായിരുന്നു. ആണോ അല്ലേ? തോന്നാറില്ലേ? വെറുതെയാണ്.
നമുക്കുള്ളത് ദൈവം ഒരിക്കലും തട്ടിത്തെറിപ്പിക്കില്ല. നേരം വൈകിയാലും നിന്നെ തേടി നിനക്കുള്ളത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അതാണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇൻഡസ്ട്രി മുന്നോട്ട് പോയി ദൈവം സഹായിച്ചുകൊണ്ട് ഇന്ത്യയിലുടനീളം പല സംസ്ഥാനത്തിൽ ഇന്ന് നല്ലൊരു ടീം സെറ്റ് ആയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പുലിക്കുട്ടിയാണ് വന്ന് ഇറങ്ങിയ മിസ്റ്റർ ജുനൈസ് സർ. നല്ലൊരു ഗൈഡ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ഞാൻ എൻ്റെ വിദ്യാർത്ഥി മക്കളോടൊക്കെ തിരിച്ച് വരുന്ന പറഞ്ഞത്, ഇവരൊക്കെ ഞാൻ ഡിഗ്രിന്ന് കുളത്തിട്ട് പിടിച്ചു. കാരണം അവിടെ ഒരു കുളത്ത് കിട്ടി. ബാക്കിയുള്ളവരൊക്കെ MBBS കഴിഞ്ഞ് PhD കഴിഞ്ഞ് BBC പോലെ വലിയ ഇന്റർനാഷണൽ തലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെ വലിയ കൊക്കിട്ട് വലിക്കണം, അവരെ കൊക്ക വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൊണ്ടുപോകും, ഒരു സംശയമില്ല. കാര്യം എന്താ, ഈ ഇൻഡസ്ട്രിയിലാണ് നമ്മൾ പറയില്ലേ അന്നദാനം കൊടുക്കുന്നത് പകരം ഇവിടെ എന്ന് പറയില്ലേ, അങ്ങനെയാണല്ലേ. ആ വരിയിൽ നിൽക്കേണ്ട സാധനം കൊടുക്കുന്നത് ഇവിടെയെന്ന്. അവിടെ ജോലിയുടെ ഗ്രൗണ്ടിലല്ല യഥാർത്ഥ വിജയത്തിന്റെ പായസം വിളമ്പുന്നത് മൈ ലൈഫിന്റെ വരിയിലാണെന്ന് എന്റെ ടീമിനോട് എനിക്ക് പറയണം. ഞാൻ നിങ്ങളോടും പറഞ്ഞത് അതാണ്. അതുകൊണ്ട് ഉറച്ചൊരു തീരുമാനം എടുക്കാം. ഈ ഇൻഡസ്ട്രി ഞങ്ങൾ തുടങ്ങിയ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ഇതിലെ പുതുമക്കാരെ വേണം. ഈ ബോട്ടും സൂട്ടിട്ട ആൾക്കാരെ കാണുമ്പോൾ അല്ലേ കമ്പനിന്റെ സ്വന്തം ആൾക്കാരെന്ന് തോന്നുന്നുണ്ട്. ആണോ അല്ലേ? ഇവർക്ക് എന്തോ കാര്യമായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു അൽഫാമും റോസ്റ്റും ഉണ്ട്. വെറുതെ പറയാം. ആണോ അല്ലേ? തള്ളലുണ്ട്, ഉന്തലുണ്ട്, കിട്ടിനോട്ടേയും പറഞ്ഞ 9 കുറെ കണ്ടിങ്ങനെ അല്ലേ. ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഞാനും ആ സീറ്റിൽ നിന്ന് വന്നതാ. പക്ഷേ ഞാനും നിങ്ങളും ഈ സ്റ്റേജിൽ വന്ന ഓരോ ലീഡറും ഒരേ ദൂരമുള്ളൂ. ഒരു തീരുമാനത്തിന്റെ ദൂരമാണ്. എനിക്ക് സ്റ്റേജിൽ ഇരിക്കല്ല വേണ്ടത്, ഇവിടെ വന്നിട്ട് എനിക്ക് റെക്കഗ്നിഷൻ കിട്ടേണ്ടതുണ്ട്. ഇതുപോലൊരു കഥ പറയണമെന്നൊരു തീരുമാനം, അതിനു വേണ്ടി ഏതറ്റം വരെ പോകുന്നു. ഉറച്ച തീരുമാനം എടുക്കുക. 4 കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഫസ്റ്റ് വൺ, ഈ ഇൻഡസ്ട്രി നിങ്ങൾക്ക് വേണ്ടത് പർപ്പസ് ഐഡന്റിഫിക്കേഷൻ ആണ്. നിങ്ങൾ എന്തിനാ ഇത് ചെയ്യണത്? നിങ്ങൾ എന്തിന് ഇത് ചെയ്യേണ്ടതുണ്ട്? ആ ഐഡന്റിഫൈ ചെയ്യാതെ നിങ്ങൾ എപ്പോ ചെയ്താലും ക്യാഷ് ഇല്ലാത്ത അങ്ങാടി പോയ പോലെ തിരിച്ചു വരുന്നുണ്ടാകും. കാര്യം എന്താ, ഇന്ന് ഇൻഡസ്ട്രി വളരെ അതിശീഘ്രമായി കത്തിപ്പൊടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കണ്ട പോലെ തന്നെ ഏറ്റവും മോസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് എന്തിനാന്ന് അറിഞ്ഞില്ലെങ്കിൽ ലൈഫ് സ്പോയിലായും. പണ്ട് നമ്മുടെ ഒരു ഗ്രാമത്തിന്റെ അകത്ത് ഒരു വലിയ രസകരമായ കഥ നടന്ന കഥ ഇങ്ങനെയാ വരുന്നത്. അദ്ദേഹം ഒരു എന്താ പറയാ ഗ്രാമത്തില് രാജകുമാരനും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ രാജ്യത്തിലെ രാജകുമാരനും തമ്മിൽ അതീവ പ്രണയത്തിലായിരുന്നു. അങ്ങനെ പ്രണയം മൂത്തു, ജീവിതത്തിൽ ഒന്നിക്കണമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ലാസ്റ്റ് ഇത് രാജകൊട്ടാരത്തിൽ വിവരം അറിയിച്ച സമയത്ത് 2 നാട്ടുരാജാക്കന്മാരും തമ്മിൽ സമ്മതിച്ചില്ല. കാര്യം എന്താ, നിങ്ങൾ ഞങ്ങൾ ഓപ്പോസിറ്റ് ആണ്, മറ്റൊരു ഇങ്ങനെയാണ് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. കലപില കൂടി കസവിശ കൂടിയിട്ട് പറഞ്ഞ് ഇത് നടക്കൂല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ജീവിതം അത്ര കണ്ട് ഒന്നിക്കണമെന്ന് ഉറപ്പിച്ച ആൾക്കാർ പിന്നെ ഒരു തീരുമാനം എടുക്കും. എന്ത്? ഫാനുമ തൂക്കം നോക്കും അല്ലെ. അങ്ങനെ കുറെ പൊട്ടന്മാരുണ്ട്, അവനാന്റെ തൂക്കം ഫാനുമ തൂക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അന്ന് ഫാൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ആൽത്തറയിലെ ആ സ്ഥലത്ത് നിന്ന് തൂക്കല്. അത് 2 തീരുമാനം എടുത്ത് 2 രാജ്യത്തിന്റെയും സംഗമ ഭൂമികയാകുന്ന ഒരു നല്ല എന്താ പറയാ മരത്തിൽ പോയി തൂങ്ങാന്ന് വിചാരിച്ചു. 2 പേരും രാത്രി ഒളിച്ചോടി വന്നു. നേരെ എന്ത് ചെയ്തു, 2 രാജ്യത്തിന്റെ നാട്ടുരാജ്യമാകുമ്പോൾ നിനക്കറിയാലോ ഒരു നല്ല ജംഗ്ഷനൊക്കെ ഉണ്ടാവും, അവിടെ കെട്ടി തൂങ്ങി 2 പേരും വീരത്തോട് ഇവിടെ പറഞ്ഞു. അതിരാവിലെ വേറൊരു എന്താ പറയാ ആ നാട്ടിലെ ഒരു പ്രധാന പ്രജ അതിലൂടെ കടന്നു വരികയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇങ്ങപ്പുറത്ത് രാജകുമാരി ഇങ്ങനെ മരിച്ച് ഇങ്ങനെ തൂങ്ങിയാടുന്നു, ഇവിടെ പുറത്തും ജീവനറ്റുകൊണ്ട് രാജകുമാരനാണ്. അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷനായി. ഞങ്ങൾക്ക് ഭാവിയിൽ രക്ഷയാവേണ്ട ഞങ്ങളുടെ രാജാവ് ഇതാ തൂങ്ങുന്നു അല്ലേ, ഞങ്ങൾക്ക് പ്രതീക്ഷയാകുന്ന ഭാവിയിലെ രാജ്ഞിയാകാൻ പോകുന്ന രാജകുമാരി ഇതാ തൂങ്ങുന്നു, ഞാനിനി എന്തിനു ജീവിക്കണം? അവരൊരു കാര്യത്തോടെ തൂങ്ങി. ഇപ്പൊ എന്തായി, 3 സാധനങ്ങൾ കിടന്ന് തൂങ്ങാണ് അല്ലെ. പഴക്കൽ തൂങ്ങുമാരി വിചാരിച്ചു കൊടുക്കുക. ആ സമയത്തൊരു കവി അതിലൂടെ നടന്നു പോകുന്നത്, ഭയങ്കര ചിന്തകനായ കവി. അയാൾ ആ റോട്ടുമ്പോൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകെ ഞെട്ടിപ്പോയി. ഈ സീൻ കണ്ടപ്പോൾ അവിടെ അദ്ദേഹം ഒരു സാധനം എടുത്ത് ആ ചുമരിൽ എഴുതി കവിത എഴുതി. ആ കവിതയാണ് ലക്ഷ്യമില്ലാതെ പോണോട് എനിക്ക് പറയുന്നത്. കവിത ഇങ്ങനെയായിരുന്നു: മന്നവൻ മതിമറന്ന് തൂങ്ങി. മന്നവൻ അതായത് രാജാവാകുന്ന വ്യക്തി മതി മറന്ന്, ബുദ്ധി അങ്ങോട്ട് പോയിട്ട് മതി മറന്നിട്ട് തൂങ്ങി. മഹതിയോ ഗതിയോർത്ത് തൂങ്ങി. രാജ്ഞി എന്തോ എന്റെ രാജാവ് പോയി ഞാൻ വിടില്ല അല്ലേ. ലാസ്റ്റ് 3ാമത്തെ വരിയുണ്ട്: എരപ്പാളി നീ എന്തിനു തൂങ്ങി. മനസ്സിലായോ? ഇവൻ തൂങ്ങിയതിനെ കിട്ടിയില്ല, ബാക്കി 2നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളൊരു കാര്യത്തിന് അറിയാതെ ചാടിയാൽ നമുക്ക് ചിലപ്പോൾ ഒരു പൊടുത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് പർപ്പസ് ഐഡന്റിഫിക്കേഷൻ. നിങ്ങൾക്ക് വേണ്ടത് ആരോഗ്യമാണോ? ഇന്ന് ഈ ലോകത്ത് ആയുർവേദത്തിന്റെ അടിവരയിട്ട് മൈ ലൈഫിനോട് കിടയറ്റ് പിടിക്കാൻ പറ്റിയ ഒരു കമ്പനിയും ഇന്ന് ലോകത്തില്ല. ദാറ്റ് ഈസ് സച്ച് എ പവർഫുൾ പ്രോഡക്ട്സ്. ആരോഗ്യത്തിന്റെ വിഷയത്തിൽ പൈസയാണോ, ടേൺ ഓവറിന്റെ വിഷയത്തിലാവട്ടെ, ബോണസിന്റെ വിഷയത്തിലാവട്ടെ, സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡിന്റെ വിഷയത്തിലാവട്ടെ, ചുരുങ്ങിയ കാലം കൊണ്ട് വെറും 12 വർഷം
വർഷം കൊണ്ട് മൈ ലൈഫ് സ്റ്റൈലിന്റെ സക്സസിനെ ബ്രേക്ക് ചെയ്യാൻ ഒരു കമ്പനിയും ഇന്ന് വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. നല്ല പൈസ കിട്ടും. ഇനി വേണ്ട ഇതുപോലെയുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണോ, ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് നിന്ന് സംസാരിക്കുന്നതാവട്ടെ, ജനങ്ങളോട് നല്ല റിലേഷൻ ബിൽഡ് ചെയ്യുന്നതാവട്ടെ. എന്റെ നാട് കിടക്കുന്നത് തിരൂരങ്ങാടി ഭാഗത്താ. അവിടുന്ന് ഇങ്ങോട്ട് 19 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ഇദ്ദേഹം വേങ്ങാട് വളാഞ്ചേരി ഭാഗത്താ. ഇങ്ങനെ ഈ ഭാഗത്ത് നിന്ന് മേപ്പാടി നിന്ന് വന്ന നമ്മളെ ഒരു സാറെ നമ്മളിവിടെ കണ്ടു. ഇങ്ങനെയുള്ള ഒരുപാട് ജില്ലകളിൽ നിന്ന് മാറി മാറി ചെല്ലുമ്പോ സ്നേഹം തരാനും കയ്യടി തരാനും പൂക്കൾ തരാനും ഇങ്ങനെ ബന്ധങ്ങൾ പുലർത്താനും നിങ്ങൾ സാധ്യതയുണ്ടോ? ഇതാ തുറന്നിട്ട ജാലകം പോലെ MI ലൈഫ് സ്റ്റൈൽ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതർവൈസ് യു വാണ്ട് ടു ക്രിയേറ്റ് പാസീവ് ഇൻകം. എന്താ പാസീവ് ഇൻകത്തിന്റെ പവർ? നിങ്ങൾ ടീച്ചറായി, ട്രെയിനറായി, പ്രൊഫസറായി, IAS ഓഫീസറോ എന്തോ ആവട്ടെ, മേ ബി നിങ്ങളുടെ മന്ത്ലി ഇൻകം ഡോക്ടറായിട്ട് ഒരു നല്ല ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടറെ നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ നടത്തുന്ന ഓപ്പറേഷൻ നല്ല അടിപൊളിയാണ്, നല്ല CRVC സെക്ഷനിൽ നിങ്ങൾ നമ്മുടെ കാർഡിയോ വസ്കുലർ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും അറിയപ്പെട്ട ഡോക്ടറാണെങ്കിലും നിങ്ങളുടെ മന്ത്ലി ഇൻകം ഒരു 10-15 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. പിറ്റേന്ന് നിങ്ങൾ രാവിലെ ഇറങ്ങുന്ന സമയത്ത് സ്ലിപ്പ് ഡൗൺ ആയിട്ട് വീണു, അല്ലെങ്കിൽ ബാത്റൂം പോകുമ്പോൾ തല അടിച്ചു വീണു, അതോടുകൂടി നിങ്ങളുടെ ചലനാത്മക ശക്തി നശിച്ചു, അല്ലെങ്കിൽ കയ്യിൽ പിന്നെ സിസർ ഓപ്പറേഷന്റെ ആയുധം പിടിക്കാൻ പറ്റാതായി. മന്ത്ലി ഇൻകം 10 ലക്ഷം ഉണ്ടാവോ? വേണ്ട. ഭൂമിയിൽ നിന്ന് കാലം നീങ്ങിപ്പോയി. നിങ്ങൾക്ക് മന്ത്ലി ഇൻകം 10 ലക്ഷമുള്ള വലിയൊരു പ്രൊഫഷണലാണ്, ബിസിനസ്മാൻ ആണ്, എന്തോ ആവട്ടെ, വാട്ടവർ. നിങ്ങൾ ഭൂമിയിൽ നിന്ന് പോയാൽ അതേ 10 ലക്ഷം മക്കൾക്ക് കിട്ടുമോ? ഇല്ല. പക്ഷെ മൈ ലൈഫ് സ്റ്റൈൽ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എവിടെയാണോ നിർത്തിയത് അതിന്റെ ഡബിൾ തലമുറക്ക് കൊടുക്കുന്ന കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ. ഇന്ന് നിങ്ങൾ തീരുമാനത്തത് എത്ര ലക്ഷത്തിലാണോ അത് മേലേക്ക് പോകുള്ളൂ. ഈ ഇൻഡസ്ട്രിയുടെ യഥാർത്ഥ നോമിനി ഫെസിലിറ്റി അനുഭവിക്കുന്ന ആൾക്കാരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾക്ക് വേണ്ടത് ഇവിടെയുണ്ട്. ആ വേണ്ടത് എങ്ങനെ നേടണമെന്ന് നിങ്ങൾ അപ്ലൈനോടൊന്ന് ചോദിച്ചു നോക്ക്. സാറേ എനിക്ക് വേണ്ടത് ഇന്നതാ. ഒരു ഗ്ലോബൽ ഐക്കൺ ആവാൻ താല്പര്യമുണ്ടോ? ദിസ് ദ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് എ ബെഞ്ച്മാർക്ക് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ല് പണിതുകൊണ്ട് ലോകത്തിന്റെ നിരകളിൽ വിരാജിക്കുന്ന ഒരു വലിയ സത്വമായി മാറാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ദിസ് ദ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിത്തിങ് യു ക്യാൻ ഗെറ്റ്. അതുകൊണ്ട് എന്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ പർപ്പസ് ഐഡന്റിഫിക്കേഷൻ നടത്തുക. നെക്സ്റ്റ് വൺ, ഇൻഫർമേഷൻ. തറോഫുൾ നോളജ്. നല്ല വിവരം ഉണ്ടാവുക. കാര്യം ഒരു കർമ്മം ചെയ്യുമ്പോൾ പഠിക്കാതെ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പഠിച്ച് തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് പറഞ്ഞ് നമ്മൾ മുങ്ങേണ്ടി വരും. പണ്ട് പട്ടാളക്കാർക്ക് ഫയറിംഗ് നടത്തുന്ന സമയത്ത് ഈ ഫയറിംഗ് എല്ലാവരും ലക്ഷ്യസ്ഥാനത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്തോടെ ബ്രിഗേഡിയർ ഓഫീസർ ഇങ്ങനെ വന്നു നോക്കുന്ന സമയത്ത് ഒരൊറ്റ കുട്ടിന്റെ ഫയറിംഗും ഇവിടെ കൊള്ളുന്നില്ല, ടാർഗറ്റിൽ കൊള്ളുന്നില്ല. ആ ടാർഗറ്റിൽ കൊള്ളാണ്ടായപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്താ നിങ്ങൾ ചെയ്യുന്നത്? വായിലോക്ക് തുമ്പോ കേക്കറിയെന്നൊക്കെ പറഞ്ഞ് തോക്ക കണ്ട് വാങ്ങിയിട്ട് മൂപ്പർ കണ്ടതാ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു. അയാളും കൊണ്ടില്ല. അപ്പൊ അയാൾ എന്താ പറഞ്ഞെന്നറിയോ? പഹരെ നിങ്ങളെല്ലാവരും വെക്കുന്നത് ഇദ്ദേഹമാരിക്കാണ്, ഇങ്ങനെ വെക്കത്ത് ശരിക്കും വെച്ചോളി. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ജയിച്ചിലാക്കാൻ ഒരു വട്ടൊക്കെ പറ്റും, പക്ഷെ ഫുൾ ടൈം പറ്റൂല. അതുകൊണ്ട് വിവരം മസ്റ്റാ. എല്ലായിടത്തും എന്ത് ചെയ്യാൻ പറ്റൂല, വിവരമില്ലാതെ മുങ്ങാൻ പറ്റൂല. അതുകൊണ്ട് തറോ നോളജ്. കാര്യം എന്താ? MBBS എടുക്കുന്ന ഡോക്ടർ ആവട്ടെ, അവർക്ക് 6-5 വർഷം പഠിക്കാനുള്ളതാണ്. ആണോ അല്ലേ? ഈ ലോകത്ത് ഏത് ഡിഗ്രിക്ക് പോയാലും അവനക്ക് 4-5 വർഷം പഠിക്കാനുള്ളതാണ്. ആണോ അല്ലേ? സോ ഈ ഇൻഡസ്ട്രിയിലും എന്തുണ്ട്? പഠിക്കാൻ ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിന്റെ സമയത്ത് വരുമാനം കിട്ടിയാൽ അത് സ്റ്റൈപ്പൻഡായി വിചാരിക്കുക. PhD കുട്ടിക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡാണ് ഇത്. നിങ്ങൾക്ക് കിട്ടുന്ന 1, 2, 3 വർഷത്തെ വരുമാനം. അല്ലാതെ ജോയിൻ ചെയ്ത പിറ്റേന്ന് ഞാൻ മുബീൻ സാർ ആയില്ലല്ലോ എന്ന് പറയരുത്. സമയം ആയിട്ടില്ലല്ലോ. ചില സാധനം നേരത്തെ വന്ന ഡേഞ്ചറാണ്. ആണോ അല്ലേ? ഗർഭം എത്ര കാലം കൊണ്ടാവേണ്ടത്? 9 മാസം. പെണ്ണുങ്ങൾ പറയും ഞാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾ പറയും ഇന്നെ നോക്കിയാണ്ട് പറയും, ഞാൻ വേറെ കഴിഞ്ഞാൽ പറയും ഏകദേശം 9 ആ കാരണം സാധനത്തില്ല 10ന്റെ താഴെ കണ്ടുള്ളത്. ആണോ അല്ലേ? ആ കുട്ടി എങ്ങാനും 6-ാം വയസ്സിലോ 3-ാം വയസ്സിലോ 3-ാം മാസത്തിലോ പറ്റാലോ. ആ കുട്ടിയുടെ പേരെന്താ? ചാപ്പിള്ളയാണ്. ജീവിതം ഡേഞ്ചറാണ്. അതുകൊണ്ട് 1-ാം മാസം സീഡിങ് അടിച്ചാൽ ആരും നടക്കണ്ട. അത് ചാപ്പിള്ളയാണ്, ഡേഞ്ചറാണ്. അത് അതിന്റെ സമയത്ത് അടിച്ചോളും. നിങ്ങൾക്ക് വരേണ്ട സാധനം വരേണ്ട സമയത്ത് വരലാണ് ഏറ്റവും ബെസ്റ്റ്. യെസ് ഓർ നോ? അല്ലാതെ എനിക്ക് എല്ലാ നാർത്ത വേണം സാറെ, ജോയിൻ ചെയ്ത് പിറ്റേന്ന് എനിക്ക് മോളെ കെട്ടിച്ചാലോ 10 ലക്ഷം കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കൂല. സമയമുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ ടൈമുണ്ട്. അതന്നെ ആ സാധനം അതുണ്ടാവണം. അതുകൊണ്ട് എന്ത് ചെയ്യാം? അത് കാത്തിരിക്കാൻ നമുക്ക് സമയം ഉണ്ടാവുക. ലീഡർമാരെ കൈപിടിക്കുക. ഞാൻ ചെയ്ത പണി അതാണ്, ലീഡർമാരെ കൈപിടിക്കുക. കാര്യം എന്താ? ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയൊരു സുഖമുണ്ട്. താൻ തോറ്റാൽ ഈ അടി ആദ്യം കൊള്ളലായിരിക്കാം ലീഡർക്കാണ്. ഇതര പ്രസ്ഥാനങ്ങളിലും ജോലി സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടത് കുതികാല് വെട്ടുന്ന ആളുകളെയാണ്. ഗവൺമെന്റ് സെക്ടർ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും ജോലിക്ക് പോയാൽ വളർന്നു വരുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ മുന്നത്തെ സുപ്പീരിയർ ഓഫീസർക്ക് ഒരു ബേജാറാണ്. കാരണം എന്താ? ഈ പഹനങ്ങാലും പൊളിച്ചടക്കൽ ഞാൻ കുറെ അനുഭവിച്ചതാ. സ്റ്റാഫ് കൗൺസിലൊക്കെ കൂടുന്ന സമയത്ത് ഞാൻ ജോയിൻ ചെയ്ത സ്ഥാപനത്തിൽ ഒരു പക്ഷേ നമ്മളെ പ്രസരിപ്പോ എന്തോന്ന് അറിഞ്ഞൂടാ. എന്തായാലും ശരി, എന്തെങ്കിലും സാധനം വരുന്ന സമയത്ത് എന്ത് ചെയ്യും? എതിരാളികൾ അപ്പം എന്ത് ചെയ്യും? കോപ്പ് കൂട്ടും, എങ്ങനെയെങ്കിലും ഒരു നയത്തേക്ക് വലിച്ചിടാണ്. പക്ഷേ ലോകത്ത് വളരാൻ ഒരാൾ പ്ലാൻ ചെയ്താൽ
ഏതറ്റം വരെ വളരാൻ ഇടം വലം നോക്കാതെ മുന്നോട്ട് നിൽക്കുന്ന കമ്പനിയുടെ പേര് MI ലൈഫ് സ്റ്റൈലാണ്. അതിനുവേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ടീം എന്ന് പറഞ്ഞത് നിങ്ങളെ ലീഡേഴ്സ് ആണ്. നല്ലൊരു കൈയ്യടി നിങ്ങളെ ലീഡേഴ്സിന് കൊടുക്കുക. കാര്യം അവരുണ്ട് നിങ്ങളെ കൂടെ. ഒരു പക്ഷേ ഇന്നേ വരെ നിങ്ങളെ കുടുംബക്കാരെ നിങ്ങളോട് വന്ന് ചോദിച്ചില്ല. നിങ്ങളെ എളാപ്പ, ചെറിയച്ഛനോ വലിയച്ഛനോ മുത്തമ്മയോ ചെറിയമ്മയോ ഒരു വകയിലെ മനുഷ്യനും നീ എന്റെ കൂടെ നിൽക്ക്, നിന്റെ മന്ത്ലി ഇൻകം 10 ലക്ഷം ആക്കി തരാൻ ആരും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? നിനക്ക് വേണമെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് കുടുംബക്കാരല്ല പറഞ്ഞത്, മൈ ലൈഫ് സ്റ്റൈലിന്റെ ലീഡറാ പറഞ്ഞത്. അവന്റെ കൂടെ നിങ്ങൾ നിൽക്കുക എന്നതാണ്. അല്ലെങ്കിൽ ആ ലീഡർ ആണായാലും പല അവിടെ കൂടെ നിൽക്കുക. സീരിയസ്ലി അങ്ങനെ നിന്നും ദൈവം സഹായിച്ച ആദ്യത്തെ 3 വർഷം ഞാൻ പാർട്ട് ടൈം ആണ്, പിന്നത്തെ 3 വർഷം ഫുൾ ടൈം ആണ്. ആദ്യത്തെ 3 വർഷത്തിനകത്ത് ഏകദേശം ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഡബിൾ ID STC ആകാൻ എനിക്ക് സാധ്യമായിട്ടുണ്ട്. ഫസ്റ്റത്തെ ആദ്യത്തെ ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ. പിന്നീട് അങ്ങോട്ട് ഏറ്റെടുത്ത് വന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനത്തിലുണ്ട്, ലക്ഷദ്വീപിലെ ലക്ഷങ്ങളെ ബിസിനസ് ഉണ്ട്. ഒരുപാട് ധീരോദത്തമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഉറക്ക് പോയിട്ടുണ്ട്, ഭക്ഷണം ഡിസോർഡർ ആയിട്ടുണ്ട്, പലതും കൊണ്ട്. പക്ഷെ ഒന്നറിയായിരുന്നു, എന്തൊക്കെ വർക്ക് ചെയ്തിട്ട് നമ്മൾ റിസ്ക് എടുത്താലും കഷ്ടപ്പെട്ടവനെ തേടി വിജയം കടന്നു വരിക തന്നെ ചെയ്യുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. കാര്യം നമ്മുടെ കാലത്തിന്റെ ഏറ്റവും വലിയ കാലച്ച പോലെയുള്ള ഒരു ഡയലോഗ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ലോകത്ത് നടക്കുന്നുണ്ട്. ആ ഡയലോഗ് ഇങ്ങനെയാണ്: ഒരു എനർജി ഭൂമിയിൽ ഇട്ടാൽ അത് വില നൽകാതെ, മൂല്യം നൽകാതെ തിരിച്ചു പോകില്ല. ഈ ഭൂമിയിൽ നിങ്ങൾ എനർജി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ലോ ഓഫ് കർമ്മ ഭൂമിയിൽ നിന്ന് കിട്ടുന്നെ ചെയ്യും. കൊണ്ട വെയിലിനും ഏറ്റ വെയിലിനും നിങ്ങളെ ശരീരത്തിൽ പതിച്ച ഓരോ തുള്ളിക്കും ഒരു പുതിയ സീലിംഗ് അച്ചീവർ നിങ്ങളുടെ ടീമിൽ ജന്മം കൊള്ളുന്നുണ്ടാകും. എന്റെ ലീഡർമാരോട് പറയാനുള്ളത്, എല്ലാം കണക്ക് പുസ്തകത്തിലുണ്ട്, ഹിസാബ് കറക്റ്റ് ചെയ്യപ്പെടും. സോ സീരിയസ്ലി ബിസിനസ്സിനെ നെഞ്ചേറ്റുക. ഐ റിയലി അപ്രീഷിയേറ്റ് ഓൾ ദി ഓർഗനൈസേഴ്സ് ഓഫ് ദിസ് വണ്ടർഫുൾ കൈൻഡ് ഓഫ് ദി ഗാദറിംഗ്. ഈ മഹാ സിറ്റിംഗിന്റെ പിറകില് NTC നമ്മുടെ നജീബ് സാർ ഉണ്ട്, സുരേഷ് ചേട്ടൻ ITC ഉണ്ട്, MC നമ്മുടെ എന്താ പറയാ ഫെബിന മാഡം ഉണ്ട്. അതേപോലെ തന്നെ പ്ലാൻ വളരെ ഭംഗിയിൽ പറഞ്ഞ നമ്മുടെ എന്താ പറയുക ധാരാനി സാർ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ധാരാനോട് പറയായിരുന്നു, ഇത് മൈ ലൈഫിന്റെ മീറ്റിംഗ് അല്ല, ഇത് സമസ്തന്റെ മീറ്റിംഗ് ആണ്. വാഫിയുണ്ട്, ഉദവിയുണ്ട്, സഖാഫിയുണ്ട്, ഫൈലി ഉണ്ട്. മൊത്തത്തിൽ അൽഫാത്തിയ പറഞ്ഞ മോരുതൊള്ളാതെ നല്ല ചാൻസ് ഉള്ള ആൾക്കാരുണ്ട്. ആ ലെവലിൽ നിന്ന് ഇവിടെ ടോട്ടലി വരികയാണ്. എന്നിട്ടും കുറെ ആൾക്കാർ ഇത് ഹറാമോ ഹറാമോ ഹറാമോ, അത് പണ്ട് കുറെ ആൾക്കാർ ഹലാലാക്കാൻ നടന്നതാണ്, ഹലാക്കാക്കിക്കണം ഇപ്പൊ മൊത്തത്തിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ചോദിച്ചും പറഞ്ഞും നിൽക്കണ്ട, പെട്ടെന്നൊരു തീരുമാനം എടുത്തോളൂ. കാര്യം നഷ്ടപ്പെട്ടാൽ വലിയ നഷ്ടമാണ്. സമയം ആരെയും കാത്തു നിൽക്കാറില്ല. ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് എക്സ്പെക്ട് ഫോർ എനിവൺ. ഇന്നേ വരെ സമയം ആരെയും കാത്തുനിന്ന ചരിത്രമല്ല. ഇത് പറന്നു പോണ വണ്ടിയാണ്. അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് പിടിക്കുന്നോ. കാര്യം കുട്ടിക്ക് വയസ്സ് 12 കഴിഞ്ഞിരിക്കുന്നു. ഇനി മുട്ടിലടയുന്ന കാലമല്ല. വ്യാഴവട്ടക്കാലം കഴിഞ്ഞ കുട്ടിയുടെ നടപ്പിരിപ്പ് വേറെയാ. മൈ ലൈഫ് സ്റ്റൈൽ എന്ന കുട്ടിക്ക് വയസ്സ് 12 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവൻ പായും, ഓടും, പറക്കും. അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഉറച്ചു നിൽക്കുക. അതുകൊണ്ട് സീരിയസ്ലി വണ്ടി പലയിടത്തും നിർത്തും. നിങ്ങൾ കയറിയ ട്രെയിനും ബസ്സും പലയിടത്തും നിർത്തും. അത് നിങ്ങൾക്ക് ഇറങ്ങാനല്ല, ആ സ്റ്റോപ്പ് വേറെ ആൾക്ക് കയറാനാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും, വണ്ടി നിർത്തി ഇവിടെ ചാടാന്ന് പറയും. ചാടി നിങ്ങൾക്ക് പോയി മക്കളെ. അതുകൊണ്ട് മനസ്സിലാക്കി, വണ്ടി നിർത്തുന്നത് നിങ്ങൾക്ക് ഇറങ്ങാനല്ല, സ്റ്റോപ്പ് വേറെ ആൾക്ക് കയറാനാണെന്ന് തിരിച്ചറിയാ. സീറ്റ് ബെൽറ്റ് മുറുകിന്റെ യാത്രയുടെ എൻഡ് വരെ കളിക്കുക. ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, തീരുമാനം എടുക്കാനും തുടങ്ങാനും ആർക്കും പറ്റും. എനിക്കവൻ ക്യാൻ സ്റ്റാർട്ട് എനിക്കത് ബിസിനസ്. ഈ ലോകത്ത് എന്തും തുടങ്ങാൻ ആർക്കും പറ്റും. പക്ഷേ തീരുമാനത്തിന്റെ അറ്റം വരെ കളിക്കാൻ ഫിനിഷർ അവസാനിപ്പിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. തുടങ്ങാൻ ആർക്കും പറ്റും, പക്ഷേ ഫിനിഷർ ഈസ് ദ വിന്നർ. അവസാനിപ്പിക്കുന്ന വിജയി. തീരുമാനമെടുത്ത ഒരു വ്യക്തിക്ക് അത് എൻഡ് വരെ കളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രിയെ നെഞ്ചേറ്റുക. ഇന്ന് ജുനൈദ് സാർ പറഞ്ഞ പോലെയുള്ള 100 കണക്കിന് ലീഡർമാരെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇന്ത്യയിലെ പല സംസ്ഥാനത്തിലും ലീഡേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ചെറുതും വലുതുമായ പല അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ എൻ്റെ അധ്യാപക ജീവിതത്തിലും ട്രെയിനിങ് ജീവിതത്തിലും 2 വീലറിൽ മാത്രമായിരുന്നു. കാര്യം എന്താ, നല്ല പൈസ കിട്ടും. ഈ ജോലിക്കാരെ പ്രശ്നമുണ്ട് അല്ലേ. 50,000 ഈ മാസം കിട്ടിയാൽ 51,000 ബില്ല് പേരയിലുണ്ടാവും. ആണോ അല്ലേ? ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും, ഈ കിട്ടുന്ന സാധനം അങ്ങനെ പോകും. നമ്മൾ നടുവെന്ന് ഇങ്ങനെ കാണാം, പുഴയിൽ മീനിനെ കാണാൻ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ പോകും. ആണോ അല്ലേ? ഒന്നും പിടിച്ച് കയ്യിൽ ആസ്വദിക്കാൻ പറ്റില്ല. ജോലി ചെയ്ത ആൾക്കാർക്ക് അറിയാലോ ഈ സംഭവം. അതുകൊണ്ട് പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് നമ്മളെ കാര്യം നടത്താൻ പറ്റില്ലായിരുന്നു. പക്ഷേ MI ലൈഫ് സ്റ്റൈൽ വന്നിട്ട് 100 ലക്ഷറി കാറുകൾ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത് ഏകദേശം ഒരു 16 ലക്ഷത്തിന്റെ ഹ്യൂണ്ടായിയുടെ ഏറ്റവും നല്ല ലക്ഷറി കാറിലാണ് ഇന്ന് സഞ്ചരിക്കുന്നത്. സോ സീരിയസ്ലി മനസ്സിലാക്കുക, മൈ ലൈഫ് സ്റ്റൈലിന്റെ സുഖം എന്ന് പറഞ്ഞാല്, ഇന്ന് ഇവിടെ കുറെ ആൾക്കാർ കാറും ബസ്സും വാഹനം ലക്ഷങ്ങളെ കഥയും പറയും. പക്ഷെ ഇതിനേക്കാൾ കോടികൾ അസറ്റുള്ള ആൾക്കാർ നാട്ടിലുണ്ടാകും. പക്ഷെ ഇതേപോലത്തെ കഥ അവർ പറയില്ല. 1-2 കാരണമായിരിക്കും. ഒന്നാമത്തെ കാരണം, അവർക്ക് ഈ സാധനം പുറത്ത് വിട്ടാൽ ED വരുമോ അതല്ല മറ്റാൾ വരുമോ, കാരണം ഉള്ള മണി വൈറ്റ് മണി ഒന്നും ഉറപ്പില്ല. പക്ഷേ
താൻ വാങ്ങുന്ന മുഴുവൻ സംഖ്യയും ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ച പോലെ വൈറ്റ് മണി വാങ്ങുന്ന ആളുകളാണ് മൈ ലൈഫ് സ്റ്റൈലിലെ മില്ലേനിയർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒന്ന്, എന്ത് ചെയ്യുമ്പോഴും 100% ഉറപ്പുണ്ട് തകരാത്ത ബിൽഡിംഗ് അവിടെ ഉള്ളത്. കാര്യം എന്താ, നമ്മളെ മൊബൈലിലെ വാലറ്റ് നോക്കിയാൽ 3 ആഴ്ചക്കത്തെ വരുമാനം കാണും, ആണോ അല്ലേ? അപ്പൊ ഈ ആഴ്ച 10,000 വാങ്ങിയാലും ഈ 2 ആഴ്ച 35,000 വരാനുണ്ടെന്ന് തോന്നലുണ്ടാകുമ്പോ ധൈര്യമാണ്. ഒരു തോരാത്ത മഴ പോലെ വറ്റാത്ത കടല് പോലെയുള്ള വരുമാനത്തിന്റെ വിജയത്തിന്റെ സാഗരമാണ് മൈ ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ട് ആ ലീഡർക്ക് ധൈര്യം കൂടും. ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന സന്തോഷം കൊണ്ടാണ്. അതുകൊണ്ട് ഉറച്ചു വിശ്വസിക്കുക. ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ എവിടെ തുടങ്ങി എന്നുള്ളത് ജീവിതത്തിലൊരു ചർച്ചയല്ല. ആരുടെ മകനായി ജന്മം കൊണ്ടു, എത്ര കടക്കാരനായി ജന്മം കൊണ്ടു, ഇതൊന്നും ചർച്ചയല്ല. പക്ഷെ ഈ ഭൂമിയിൽ നിന്ന് കാലം നീങ്ങി പോകുന്ന സമയത്ത് നിനക്ക് പറയാൻ ഒരു ചരിത്രമില്ലെങ്കിൽ, നിനക്ക് പറയാൻ ഒരു കഥയില്ലെങ്കിൽ അത് നിന്റെ മാത്രം പരാജയമാണ്. അതുകൊണ്ട് ഒരു ഉറച്ച തീരുമാനമെടുത്ത് സ്റ്റാർട്ടിങ് ഇങ്ങനെയാവട്ടെ, പക്ഷെ എൻഡിങ് മസ്റ്റ് ബി കളർഫുൾ. യെസ് ഓർ നോ? കളിയുടെ തുടക്കത്തിൽ ഗോൾ ഇട്ടോൻ അല്ല ജയിക്കല്, ആണോ? 90ാമത്തെ മിനിറ്റിൽ വിസിലടിക്കുന്ന സമയത്ത് സ്കോർ ബോർഡ് ആരെ കഴിക്കല, അവനാ വിന്നർ. അതുകൊണ്ട് ലൈഫിന്റെ എൻഡിങ് മൊമെന്റിൽ നിങ്ങൾ ഗോൾ അടിക്കണം. ഒരിക്കലും തുടക്കത്തിൽ തോറ്റത് പ്രശ്നമല്ല, കുടുംബത്തിന്റെ പ്രശ്നമല്ല. ജീവിതത്തിൽ വേണ്ടത് ഫയറാണ്, ജയിക്കാനുള്ള ഫയറാണ്. ആൾക്കാർ പറയും, സാറേ നിങ്ങൾ പറഞ്ഞ ജയത്തിന്റെ കഥയിലൊക്കെ കോടികളുടെ സപ്പോർട്ടുള്ളവരല്ലേ ജയിച്ചത്, പാപ്പാന്റെ സപ്പോർട്ടുള്ളവരല്ലേ ജയിച്ചത്, പൈസ ഉള്ളവരല്ലേ ജയിച്ചത്? അല്ല കുട്ടി, അങ്ങനെയെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബിഗ് ബി ആകുന്ന അമിതാഭ് ബച്ചന്റെ മകൻ അമിതാഭിനെ പോലെ തിളങ്ങിയോ? SRK എന്ന് പറയുന്ന ബോളിവുഡിന്റെ ഷഹിൻഷാ ലോകത്ത് നിൽക്കുന്ന മിസ്റ്റർ ഷാരൂഖ് തിളങ്ങിയോ? മിസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ ലോകം കീഴടക്കി, ആരെങ്കിലും കീഴടക്കിയോ? വിനോദ് കമ്പനിയുടെ മക്കൾ കീഴടക്കിയോ? മിസ്റ്റർ ധനജിന്റെ മക്കൾ ഈ ലോകത്തിന്റെ ഫുട്ബോളിന്റെ ഇതിഹാസം കണ്ടോ? അതല്ലെങ്കിൽ മിസ്റ്റർ നിങ്ങൾ അറിയുന്ന ഓരോ ആൾക്കാരെടുത്തോ, പെരയുടെ മക്കളുണ്ട്, ലോകത്ത് ഒരുപാട് ആൾക്കാരുടെ മക്കളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഷാരൂഖിന്റെയും രജനികാന്തിന്റെയും ആവട്ടെ, അല്ലെങ്കിൽ ലോകത്ത് വിജയിച്ച സെലിബ്രിറ്റി മക്കൾ ഇത് കീഴടക്കാഞ്ഞത്? സമ്പത്ത് അവരേക്കില്ലേ? ബാപ്പാന്റെ സ്വാധീനല്ലേ? എല്ലാം ഉണ്ട്. പക്ഷേ ഷാറൂഖിന്റെ വിശപ്പ് മോനിക്ക് ഉണ്ടായിട്ടില്ല. ബിഗ് ബി ഷാറൂഖ്, നമ്മുടെ മിസ്റ്റർ അമിതാഭ് ബച്ചന്റെ വിശപ്പ് അത് അഭിഷേക് ബച്ചൻ ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്ക് വേണ്ടത് ജയിക്കാനുള്ള വിശപ്പാണ്. ഫയർ ഇൻ ബല്ലി, അടിവയറ്റിലെ തീയാണ്. ജീത്തിനേക്കാൾ ഭൂക്ക് എന്ന് ഇന്ത്യക്കാർ പറയും. ജയിക്കാനുള്ള വിശപ്പുണ്ടോ? നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു കുട്ടിക്ക് പറ്റൂല. അതുകൊണ്ട് ഉറച്ച തീരുമാനം എടുക്കുക. എല്ലാവർക്കും വിജയം നേർന്നുകൊണ്ട് ഈ വിളിക്ക്, ഇൻവിറ്റേഷന്, ഈ മഹത്തായിരിക്കുന്ന ഹോസ്പിറ്റാലിറ്റിക്ക് എല്ലാവരും കൃത്യമായ ഭാഷയിൽ നന്ദി നൽകിക്കൊണ്ട് വിജയത്തിന്റെ ചക്രവാളങ്ങളിലെ വെള്ളി ശോഭകളായി വെട്ടിത്തിളങ്ങി നിൽക്കാൻ ദൈവം നിങ്ങൾക്ക് അതിനുള്ള കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരും നാളുകളിൽ നിങ്ങളെയും നമ്മൾ കാണുന്നുണ്ടാവും. See you on the top and once again wishing all the best and God will thank you. Thank you sir.